അതായത് ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത്. ഈ ആരോപണം എടുത്തു മാറ്റിയാലുണ്ടല്ലോ, ടോർച്ച് കൊണ്ട് അടിച്ചാൽ അജ്ഞാനത്ത് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്താണ്? ഈശ്വരൻ മാത്രം. അപ്പൊ ജഗത് എന്ന് പറഞ്ഞാലോ ജായതി ഗച്ഛതി തിഷ്ഠതി ഇവ, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത്. ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് നാമവും രൂപവുമാണ്. വേറെ ഒന്നിനും അങ്ങനെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവാൻ പറ്റുന്നില്ല. ഈ വിശ്വത്തിലെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത് നാമരൂപാദികളാണ്. അപ്പൊ സർവഗതം, എങ്ങും നിൽക്കുന്ന നാമരൂപങ്ങൾക്കപ്പുറത്ത് നിലകൊള്ളുന്ന നിത്യം, എല്ലായ്പ്പോഴും അത് യജ്ഞേ പ്രതിഷ്ഠിതം. ഇത് വിദ്ധി, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് നീ അറിയേണ്ടതാണ്. അപ്പൊ യജ്ഞത്തിലാണ് അർജുന എന്തിരിക്കുന്നത്? ബ്രഹ്മം പോലും ഇരിക്കുന്നത്. അപ്പൊ ഈ യജ്ഞത്തിൽ, ഈ യജ്ഞം എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ആത്മബോധം എന്നൊക്കെ പേര് കൊടുക്കാം. ഇവിടെയാണ് ഭാരതീയ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാര് നമ്മളോട് പറയുന്നത്, ആത്മബോധത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും നാം വ്യത്യസ്തരാണ്. ആത്മബോധത്തിലൊഴിച്ച് മറ്റെല്ലായിടത്തും മനുഷ്യനെന്നല്ല എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ആത്മബോധമൊഴിച്ചുള്ളതെല്ലാം അയഥാർത്ഥ്യമാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ യജ്ഞം മനസ്സിലാവും. മനസ്സിലായിട്ടില്ല എങ്കിൽ അങ്ങനെ ഇരുന്നോളൂ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അഘായുഹു ഇന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സ ജീവതി. നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. എന്താ നമ്മുടെ വിഷമം? അല്ല സ്വാമി, ഞാൻ ആലോചിക്കുക. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട്, ഏത് ഗീത കേൾക്കാൻ, പലരും വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും എന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ മറ്റു പലരോടും പറഞ്ഞിട്ട് ഇതൊക്കെ സ്വാമിക്കും വട്ട് നിങ്ങൾക്കും വട്ട്, അല്ലാതെ ഇപ്പൊ എന്താ പറയാ എന്നൊക്കെ പറയുന്നുവല്ലോ. അല്ല, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എവിടെയും എത്തുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ഇവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ തന്നെ പറയും. നോക്കാം, ഇതൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള വചനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ കണ്ണാടി വെച്ച് അവരെ നോക്കണ്ട, നമുക്ക് സ്വയം ആശ്വസിക്കാം. എന്താ പറയുന്നത്? ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഏവം പ്രവർത്തിതം ചക്രം. ഭഗവാൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ നോക്കിക്കോളൂ. ചക്രം, കറങ്ങുന്നത്. ഇപ്രകാരം പ്രവർത്തിതമായ, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചക്രത്തെ, ചക്രം എന്ന് പറയുമ്പോണ്ടല്ലോ അന്യോന്യ ആശ്രയമാർന്നത് എന്നാണ്. അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. തിരുവാതിര കളി പോലെ എവിടുന്നാ തുടങ്ങിയെന്നറിയില്ല, അവരങ്ങനെ കറങ്ങും അല്ലേ? വിളക്ക് നടുക്ക് വയ്ക്കുന്ന അതിനാ കറക്കം തെറ്റാതിരിക്കുക. അല്ലെങ്കിൽ അവര് സ്റ്റേജിൽ നിന്ന് പുറത്തു പോയിപ്പോ അപ്പൊ വിളക്ക്, ഈ എന്തിനാ തിരുവാതിര കളിക്ക് വിളക്ക് വെക്കുന്നത്? ആ കറക്കം ശരിയാവാൻ. അവിടെ അതൊരു പുരോഗതി ഇല്ലാത്ത കറക്കാണ്. സ്വാമി അതിനെ മോശമാക്കി പറയല്ല, കാരണം അങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ കറങ്ങും. ഇത് വളരെ ക്രമമായി അങ്ങേയറ്റം താളത്തോടു കൂടിയിട്ടുള്ള ഈ പ്രവർത്തിതം ചക്രം, ഈ ചക്രത്തെ യഹ, യാതൊരുവൻ, ഇഹ, ഇവിടെ, ഈ ലോകത്ത്, ന അനുവർത്തയതി, അനുവർത്തിക്കുന്നില്ല. അതായത് ഈ ചക്രത്തെ ആരാണോ അനുവർത്തിക്കാത്തത് എന്ന് പറയുമ്പം അനുസരിക്കാത്തത് എന്നല്ല, ആരാണിത് അറിയാത്തത്? ഇതെല്ലാം കൃത്യമായ ഒരു ചക്രമാണ്. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ പറയും, ദിനയാമിന്യൗ സായം പ്രാതഃ
ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തതപി ന മുഞ്ചത്യാശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹേ മൂഢ, ഭജിക്കൂ ഗോവിന്ദനെ. എന്തുകൊണ്ട്? ഇതൊക്കെയാണ് കാര്യങ്ങൾ. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ. ഇതാ രാവിലെ, ഇതേ രാവിലെ, ഇതാ വൈകുന്നേരമായി, ഇതേ സമയമായി കഴിഞ്ഞു, ഇതാ പിറ്റേന്നായി, ഉച്ചയായി, രാവിലെ. മാസങ്ങൾ പോകുന്നു, ആഴ്ചകൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു, ഋതുക്കൾ മാറുന്നു. ശിശിരം വരുന്നു, വസന്തം വരുന്നു, ഹേമന്തം വരുന്നു, ശരത്ത് വരുന്നു. ഇതാ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു. കാലഹ ക്രീഡതി, കാലൻ കളിക്കുന്നു എന്നാ പറയുന്നത്. കാലൻ എങ്ങനെ കളിക്കുന്നു? നമ്മൾ ഓരോ ഹാപ്പി ബർത്ത്ഡേ കേക്ക് അങ്ങനെ മുറിക്കുന്നു. ഓരോ മെഴുകുതിരി ഊതുമ്പോഴും ഓർത്തുകൊള്ളുക, കാലഹ ക്രീഡതി ഗച്ഛതി ആയുഹു. ആയുസ് ഗച്ഛതി, പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും തതപി, എന്നാലും ആശാമുഞ്ചഹ എന്ന ആഗ്രഹങ്ങൾ വിടുന്നില്ല എന്ന് അവിടെ ആചാര്യസ്വാമികൾ പറയുന്നു. ഏതായാലും ഇതൊരു കളിയാണ്, കറക്കമാണ് എന്ന് പറയാം. ആരാണോ ഇതിനെ അനുവർത്തിക്കാത്തത്, ഇതിനെ എതിരി നിൽക്കുന്നത് ആരാണ്? അകായുഹു, അവൻ പാപിയാണ്. ഇന്ദ്രിയാരാമഃ, അവൻ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവനാണ്. ആത്മരതി എന്നൊന്നും അവനില്ല. പിന്നെയോ പകരം ഇന്ദ്രിയാരാമഃ, ഇന്ദ്രിയങ്ങളിൽ അവൻ രമിക്കണമെന്ന് പറയാം. അവന്റെ കാര്യം സഹ, അവൻ മോഹം ജീവതി, അവന്റെ കാര്യം പോക്ക് കേസ് അർജുന, അവന്റെ കാര്യം നീ വിട്ടേക്കൂ എന്നാ പറയുന്നത്. മോഹം ജീവതി എന്ന് പറഞ്ഞാൽ നിഷ്ഫലം. ചിലപ്പോൾ അവനെ എല്ലാം ഉണ്ടാവും. ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, വിദ്യാഭ്യാസമുണ്ട് പക്ഷെ വിവരമില്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അയാൾക്ക് നല്ല വിവരമുണ്ട് കേട്ടോ. അത് ഇതാണ്. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാ. ഇത് കിട്ടിക്കഴിഞ്ഞാലോ അവനിലൊരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവും. എന്താ ഈ അടക്കവും ഒതുക്കം എന്നൊക്കെ പറഞ്ഞാൽ ഈ സത്യം അറിയുക തന്നെ, ഈ ഒരു പാരസ്പര്യം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പ്രകൃതിക്ക് അന്യരാവില്ല എന്ന് പറയാം. ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഒരു നായ പോലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയാൽ മതി, അത്രേ ആവശ്യം. ആ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവും, ഒരു SMS, ഒരു കുഴപ്പമില്ല, പോയിക്കോളാൻ. അതല്ല, ഇത് ഭയത്തോടു കൂടിയാ നോക്കുക. അപ്പൊ അതിനും പേടിയാവും. അപ്പൊ അത് വാല് സ്റ്റഡിയാക്കും. കണ്ടിട്ടുണ്ടാവും. കാരണം നമുക്ക് എന്തിനെ കണ്ടാലും പേടിയാ, ഭയം. ഭയത്തോടുകൂടി പോകുമ്പോഴാണ് എന്നാ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടിനൊരാളെ കണ്ട് രാത്രി. അയാളോട് ചോദിച്ചു, എങ്ങനെ, എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, പ്രേതത്തിൽ ഒട്ടുമില്ല. പണ്ട് എനിക്കുണ്ടായിരുന്നു, അപ്പൊ ഇപ്പൊ അല്ല, മരിച്ചതിന് ശേഷം ഇപ്പൊ ഒട്ടുമില്ല. ഇതാണ് നമ്മുടെ കൂട്ട്. കിട്ടുന്ന കൂട്ട് ഇങ്ങനെയുള്ളതാണല്ലേ. അപ്പം നിർഭയനായിരിക്കും. കാരണം നീയും ഞാനും നമ്മൾ വേറെയല്ല എന്ന് പറയാം. ശരീരത്തിലെ ഒരു അവയവം കണക്കെ നമുക്ക് ഈ പ്രകൃതിയോട് നമുക്ക് ഇടപെടാൻ നമുക്ക് സാധിക്കും. സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലെ ചെടി, റോസാ ചെടി, വെള്ളം 2 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ ഇലയൊക്കെ അങ്ങനെ വാടി വാടി പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു വേദനയാണ്. വേഗം കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ സാരി ഇതൊക്കെ അഴിച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അയ്യോ ഞാൻ അതിന് കുറച്ച് നനയ്ക്കട്ടെ എന്നും പറഞ്ഞിട്ട് വേഗം വന്ന് അതിന് ഓസ് എടുത്തിട്ട് നനച്ചു കൊടുക്കും. നമുക്കത് കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം. അപ്പൊ അതിങ്ങനെ കുറച്ച് അതിന്റെ ഒരു സന്തോഷമായപ്പോ നമുക്കും സന്തോഷമായി ഇല്ലേ? നമ്മുടെ നായക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ലേ? ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? ഇതും നമുക്ക് സാധ്യമാണ്. ഏത് ക്രൂര മൃഗമാവട്ടെ, മൃഗങ്ങളിൽ അങ്ങനെ ക്രൂരതയൊന്നുമില്ല. തപോവനസ്വാമികൾ ഹിമഗിരി വിഹാരത്തിൽ എഴുതിയിട്ടുണ്ട്, വ്യാഘ്രത്തിന്റെ വായയിൽ പെട്ടിരിക്കുന്ന ഒരു സാധു ശിവോഹം പറഞ്ഞുകൊണ്ട് പോവാണ് അത്ര. ഹിമാലയത്തിലൊക്കെ കടുവ പോലും ഒരാളെ ശാപ്പിടുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ചൊല്ലും. ഒന്ന് കണ്ണടച്ചിട്ടോ ബ്രഹ്മാർപ്പണം എന്നിട്ടേ ശാപ്പിടുള്ളൂ. ബ്രഹ്മമാണ് നീ എന്ന ഭാവത്തിൽ. ഈ ഒരു ചക്രത്തെ നാം അറിയേണ്ടതുണ്ട്.
ഈ ചക്രത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോണ്ടല്ലോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും നമ്മൾ അപരിചിതരായിരിക്കും. എല്ലാവർക്കും, ഋതുക്കൾക്കും പിന്നെ എല്ലാ കാലങ്ങൾക്കും. മഞ്ഞുകാലത്തിന് നമ്മളെ ഒരു പരിചയം ഉണ്ടാവില്ല. കാരണം നമുക്ക് തൊപ്പിയൊക്കെ ഇട്ട് തലയിൽ കെട്ടി ഒരു വല്ല എന്തോ ഒരു ഭീകര ജന്തുവിനെ പോലെയാ നമ്മൾ പുറത്തിറങ്ങുക. ആ തൊപ്പിയൊന്ന് തലേന്ന് പോയി കഴിഞ്ഞാൽ അന്ന് അവന്റെ കാര്യം പോക്കാം. ഒരു മഴ മതി നമ്മുടെ കാര്യം. ഒരു മഴയെ പോലും ഏറ്റുവാങ്ങാനുള്ള ഒരു പരിചയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നേരെ മറിച്ച് നീ എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചാൽ ആ മഴയെ എതിരേറ്റ് കഴിഞ്ഞാലോ അവൻ പറയും ഞാൻ നൈൽ നദിയിൽ നിന്ന് വരികയാണ്, നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വരികയാണ്. സന്തോഷം അല്ലേ? ഞാനിതാ ഗംഗയിൽ നിന്നാണ്, സരസ്വതിയിൽ നിന്നാണ്, യമുനയിൽ നിന്നാണ്. അല്ലേ? ഇത് സത്യമല്ലേ? അവിടുന്ന് ബാഷ്പീകൃതമായതായിരിക്കാം. ഒരുപാട് പ്രയത്നത്തിലൂടെ പല പല എന്താ പറയുക സഞ്ചാരത്തിലൂടെ ദാ എന്റെ മുൻപിൽ വന്നു വീണു. ആ ഒരു മഴത്തുള്ളി വീഴുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതോ ഉടനെ കുട നിവർത്താനാണോ? ഒരു മഴയെങ്കിലും വർഷത്തിൽ അല്ലേ? ആ വെള്ളത്തുള്ളി ആരാണത്ര ഇത് തളിക്കുന്നത്? ഭഗവാൻ ജഗദീശ്വരൻ. എന്നാ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ആ തിരുമേനി അതിങ്ങോട്ട് തളിക്കുമ്പോൾ അവിടെ തിരക്കുണ്ടാക്കാൻ എന്തൊരു ബഹളാണെന്നറിയോ? ഇത് ഇന്ന് സ്വാമിക്ക് ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ ഭക്തന്മാരോട് ബഹളം ഉണ്ടാക്കുന്നത് നിർത്താൻ, നശിച്ച മഴ എന്ന് പറയാതെ, നശിച്ച വെയിലെന്ന് പറയാതെ, നശിച്ചത് എന്നുള്ളത് വിടും. ഇതിനെ അറിയൂ, ഇതൊരു ചക്രമാണ്. എന്തിനു വേണ്ടി ഈ മഴ പെയ്തു? ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മഴ കൊണ്ട്. എന്റെ സിനിമയ്ക്ക് പോക്കിന് ഇതൊരു തടസ്സമാകുന്നത് എങ്ങനെ? ഞാൻ ആകെ ആലോചിക്കുന്നത് അതാണ്. ഇന്നലെ മഴ ഒന്ന് ലക്ഷണം കണ്ടപ്പോഴേക്കും ചേട്ടാ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു ഇരുന്നു അല്ലേ? അങ്ങനെ തീരുമാനം എടുത്തവരുണ്ടെങ്കിലും മനസ്സിലാവും. പ്രകൃതിയുടെ ഇങ്ങനെ ചെറിയൊരു മഴ വരുമ്പോഴേക്കും നമ്മൾ പോണ്ടെന്ന് പറയുന്നു. ഒരിക്കലും ഒരു രാജാവും രാജ്ഞിയും ഒന്നിച്ച് നായാട്ടിന് പോയി. നായാട്ടിന് പോയ സമയത്ത് രാത്രിയായി. അപ്പോ രാജാവിനോട് രാജ്ഞി ചോദിച്ചു, അങ്ങേക്ക് പേടിയാവുന്നില്ലേ? രാജാവ് ഇത് കേട്ട ഉടനെ വാളും അങ്ങോട്ട് ഊരിയിട്ട് കഴുത്തിന് നേരെ അങ്ങോട്ട് വെച്ചു. പേടിയാവുന്നുണ്ടോ വെച്ചു. എനിക്ക് പേടിയൊന്നുമില്ല. അതെന്താ? നിങ്ങളെന്റെ ഭർത്താവാണ്, ഈ പ്രകൃതി എന്റെ ഭർത്താവാണെന്ന് പറയാം. എപ്രകാരം നിനക്ക് എന്നെ പേടി തോന്നുന്നില്ലയോ അതുപോലെ എനിക്ക് ഇതിനോട് യാതൊരു പേടിയുമില്ല എന്ന് പറയാം. നമുക്കൊരു ഒന്ന് സന്ധ്യയായാൽ പേടിയായി അല്ലേ? കറണ്ട് പോയാൽ പേടിയായി. എന്നെ പേടിക്കും വേണം, കാരണം തക്കം നോക്കിയിരിക്കുക ഓരോരുത്തർ ചാണ്ടി ഓരോന്ന് എടുത്തു കൊണ്ടുപോകാൻ. അതൊരു ഭയം, അത് വേറെ. അപ്പൊ ഈ ചക്രത്തിൽ നാം പെടണം. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു വീഴരുത്. ഈ ചക്രത്തിൽ പെട്ടാലുണ്ടല്ലോ നല്ല രസമാണ്. അതുകൊണ്ട് ചക്രത്തിൽ പെടാത്തവന്റെ കാര്യം നിഷ്ഫലം. നീ അതുകൊണ്ട് അവനെ ചക്രത്തിലേക്ക് പിടിച്ചു വലിക്കാനൊന്നും അധികം വിഷമിക്കേണ്ട. മറ്റുള്ളവർ ഇതിൽ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. ഇത്രയും മനസ്സിലാക്കിക്കോളൂ. അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അച്ഛനാണെങ്കിലും മകനാണെങ്കിലും. ചിലപ്പം ഈ ഗീതയൊന്നും കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളവരായിരിക്കാം. സ്വാമി അതാ ആദ്യം പറഞ്ഞത്. പലപ്പോഴും നമുക്ക് ഇതൊക്കെയാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? കാരണം ഇതൊക്കെ എനിക്ക് എത്രയോ മുൻപ് ഇതൊക്കെ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് കുറേയും കൂടെ വ്യക്തത വേണമായിരുന്നു. ആ വ്യക്തതയ്ക്കുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെയുണ്ടാവും. അധികം നമ്മൾ അങ്ങനെ ആരെയും നിർബന്ധിക്കേണ്ട. ഇതൊന്നുമല്ലാതെ എതിര് പറയുന്ന ചില ആളുകളുണ്ട്. എന്ത് പ്രകൃതി, ഏത് പ്രകൃതി എത്ര വേണമെങ്കിൽ നമുക്ക് മരം മുറിക്കാം, അത് ഇവിടെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നു മരിക്കുന്നു, ഇതൊക്കെ തന്നെ. യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വാ കൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ, അങ്ങനെയൊക്കെ പറയുന്നവര് അവരുടെ കാര്യം പറയുന്നു. തുടർന്ന് വീണ്ടും യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ.
യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മനി ഏവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. യഹ മാനവഃ തു, യാതൊരു മാനവനാണോ, യാതൊരു മനുഷ്യനാണോ ആത്മരതി ഏവ, ആത്മരതി എന്ന് പറഞ്ഞാൽ ആത്മതത്പരൻ, ആത്മാവിൽ തന്നിൽ തന്നെ രതി കണ്ടെത്തുന്നവൻ, താനാണ് സുഖസ്വരൂപം എന്നറിഞ്ഞവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ നമ്മൾ അതിനെ വിചാരം ചെയ്തിട്ടുള്ളതാ, ഓർമ്മയുണ്ടാവും എന്ന് സ്വാമി കരുതുന്നു. വിഷയത്തിന്റെ ഭോഗത്തില്, ത്യാഗത്തില്, സ്മൃതിയില്, കൃതകൃത്യതയില്, ആത്മാവിഷ്കാരത്തില്, പരജന സേവനത്തില്, പരജന ദ്രോഹത്തില്, അല്ലേ, അഹങ്കാരത്തെ അന്യതാ ധരിക്കുന്നതില്, ഇത്യാദി കാര്യങ്ങളിലൂടെയൊക്കെ എവിടെയൊക്കെ സുഖമിരിക്കുന്നു. സുഖം വസ്തുനിഷ്ഠമല്ല, മറിച്ച് ആത്മനിഷ്ഠമാണ് എന്ന തിരിച്ചറിവ്. അതിലാണ് ആത്മരതി ഏവ. ആത്മതൃപ്ത, ആത്മാവിൽ തന്നെ തൃപ്തി വന്നിട്ടുള്ളവൻ. അതുപോലെ സന്തുഷ്ട, സന്തുഷ്ടനായിട്ടുള്ളവൻ. എന്തിനാണ് ഭഗവാൻ ഈ 3 പദം പ്രയോഗിച്ചിട്ടുള്ളത്? ആത്മരതി, ആത്മതൃപ്തി, സന്തുഷ്ട. 3 കാലത്തെ ആശ്രയിച്ചുള്ളതാണ് അത്രേ. ആത്മരതി എന്നത് ഭാവിയെ സംബന്ധിക്കുന്നു. ആത്മതൃപ്ത എന്നത് വർത്തമാനത്തെ, പ്രസന്റിനെ സംബന്ധിക്കുന്നു. അതുപോലെ സന്തുഷ്ട എന്നുള്ളത് ഭൂതത്തെ. അപ്പൊ ഇന്നലെ ഞാൻ സന്തുഷ്ടനായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്തുണ്ട്? തൃപ്തിയുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ ആ രതിയുള്ളവനായിരിക്കും. കാരണം ഇന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറഞ്ഞാൽ ഇന്നുകൾ എന്നെ സംബന്ധിച്ച് ഞാൻ തൃപ്തനാണ്. സ്യാദ്, സ്യാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിക്കുമോ? അങ്ങനെ ആർക്കാണ് ഭവിക്കുന്നത്? തസ്യ, അവന്റെ കാര്യം ന വിദ്യത്തെ, അവന് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അവൻ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായിട്ട് പൂജാവിധികളോ വിശേഷാൽ പൂജയോ എന്തെങ്കിലും കർമ്മങ്ങളോ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യേണ്ട. ഇത്രയും ഉണ്ട് എങ്കിൽ, ഇതില്ല എങ്കിൽ എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ വേണ്ടത്, ആദ്യം ഭഗവാൻ പറയുന്നത്, ഇവിടെയൊക്കെ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഈ നമ്മളെ ഉയർത്തി കാണിക്കുന്നത് ഒന്ന് നിർത്തുക. നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അവിടെ പോയപ്പോ, ഞാൻ ഇവിടെ പോയപ്പോ, ഇതിങ്ങനെ അടക്കി വന്നിട്ട് ഈ ഞാനിനെ ഒന്ന് എന്തു വേണം? ഉയർത്തൽ നിർത്തണം. അതിനെന്തു വേണം? നാവിനെ ഒന്ന് അടക്കണം എന്ന് പറയാം. അങ്ങനെ നാവിനെ ഒന്ന് അടക്കുക, എന്നിട്ടോ ഞാനിനെ ഉയർത്തി കാണിക്കുന്നത് നിർത്തുക. വാക്കുകളൊക്കെ ഒന്ന് ശാന്തമാകട്ടെ എന്ന് പറയാം. എന്നിട്ട് എന്തു വേണം? സത്യത്തിന്റെ ആ പാതയിലേക്ക് നടന്നു നീങ്ങാനാ പറയുന്നത്. എന്താണ് സത്യം? ഏവം പ്രവർത്തിതം ചക്രം. ഈ ചക്രത്തിലേക്കൊന്ന് ചെല്ലു, കയറൂ. ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ആ ആഘോഷത്തിലേക്ക്, ജിബ്രാന്റെ ഇതൊരു വലിയ ഒരു വലിയ കൂട്ടമായിട്ട് പോകുന്നതാ. ഒരു ആഘോഷം പോവുകയാണ്. അങ്ങനെ ഘോഷയാത്ര, അദ്ദേഹം പറയുന്ന ഘോഷയാത്രയിലേക്ക് നമ്മളും കൂടെ കടന്നു ചെല്ലണം. വേറിട്ട് നിൽക്കരുത് എന്ന് പറയാം. എന്നിട്ടോ അതിനെ നമ്മുടേതാക്കണം. ആ ചക്രത്തിലേക്ക് കയറിയിട്ട് അതിനെ നമ്മുടേതാക്കി മാറ്റുക. സത്യത്തിന്റെ ആ പാതയിലേക്ക് നടന്നു നീങ്ങാനാ പറയുന്നത്. എന്താണ് സത്യം? ഏവം പ്രവർത്തിതം ചക്രം. ഈ ചക്രത്തിലേക്കൊന്ന് ചെല്ലു, കയറൂ. ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ആ ആഘോഷത്തിലേക്ക്, ജിബ്രാന്റെ ഇതൊരു വലിയ ഒരു വലിയ കൂട്ടമായിട്ട് പോകുന്നതാ. ഒരു ആഘോഷം പോവുകയാണ്. അങ്ങനെ ഘോഷയാത്ര, അദ്ദേഹം പറയുന്ന ഘോഷയാത്രയിലേക്ക് നമ്മളും കൂടെ കടന്നു ചെല്ലണം. വേറിട്ട് നിൽക്കരുത് എന്ന് പറയാം. എന്നിട്ടോ അതിനെ നമ്മുടേതാക്കണം. ആ ചക്രത്തിലേക്ക് കയറിയിട്ട് അതിനെ നമ്മുടേതാക്കി മാറ്റുക. എന്നിട്ടോ അതിനെ അറിയുക, അതിൽ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ അവന്റെ കാര്യം, അവൻ എപ്പോഴും
നമുക്ക് സന്തോഷത്തെ തരുന്നതായിരിക്കും. അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അല്ലാത്തപ്പോഴേ ഈ പലതും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് എന്താണോ ഈ പ്രപഞ്ചം നൽകിയിട്ടുള്ളത്, ചിന്മയാനന്ദ സ്വാമികൾ പറയും, അതിനെ തട്ടി മാറ്റാതിരിക്കും. നമുക്ക് നൽകപ്പെട്ടതിനെ തട്ടിമാറ്റാതിരിക്കൂ, മറ്റുള്ളവർക്ക് കിട്ടിയതിനെ എത്തിപ്പിടിക്കാതിരിക്കൂ. ഇതാണ് ഈ മുഴുവൻ അശാന്തിക്ക് കാരണം. മറ്റുള്ളവനിലേക്കാണ് നോട്ടം. ഓ, അവൻ എത്രയായിരിക്കണം, അവൻ എത്ര ഭാഗ്യവാനാണ്, ഇവൾ എത്ര ഭാഗ്യവതിയാണ്. അത് നോക്കാതിരിക്കൂ. നമ്മുടേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിനൊക്കെ നന്ദി പറയുക. എന്നിട്ട് ഈ ഒരു ചക്രത്തിൽ അങ്ങനെ വിരാജിക്കുക. അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഒരു പ്രകാരത്തിൽ നേരത്തെ പറഞ്ഞുവല്ലോ, അപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമ. എങ്ങനെയാണോ ഈ സമുദ്രം നിലകൊള്ളുന്നത്, അതുപോലെ നമ്മിൽ തന്നെ നാം അടിപതറാതെ നിൽക്കണം എന്ന് പറയാം. ഇത് നമ്മളിലാണ് നമുക്ക് ഇളക്കമുള്ളത്. നമ്മളിൽ നാം അവനെ ഉറച്ചു നിൽക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ശ്ലോകങ്ങളൊക്കെ. 3-ാം അധ്യായത്തിലെ 3-ാം അധ്യായം നമ്മളെ അറിയാനും അതിൽ നിലകൊള്ളാനും ഉള്ളതാണ്. തുടർന്ന് നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. തസ്യ എന്ന് പറഞ്ഞാൽ അവന്, ഇഹ ഇവിടെ ഈ ലോകത്ത് കൃതേന എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട്, കർമ്മം കൊണ്ട്, അർത്ഥഃ ന ഏവ ഒരു പ്രയോജനവും ഇല്ല. അവനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നേടേണ്ടതുണ്ടോ? ഇല്ല. എന്നാ അവൻ ചെയ്യാതിരിക്കുക, അതും ഇല്ല എന്ന് പറയാം. അകൃതേന ന കശ്ചന. ഇനി അവനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? അതുമില്ല. ചെയ്തതുകൊണ്ട് നേട്ടമോ ചെയ്യാതിരുന്നത് കൊണ്ട് നഷ്ടമോ ഇല്ല. ഭഗവാൻ എന്തു പറഞ്ഞിട്ടാ ഇത് പറഞ്ഞത് നോക്കണേ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണേ. ഈ പ്രപഞ്ചത്തില് ഒരാൾ പോലും ഒരു നിമിഷ നേരം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നൊരവസ്ഥ ഒരാൾക്കും സാധ്യമല്ല. എന്തെന്നാൽ പ്രകൃതി ഗുണത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ അനുനിമിഷം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോൾ? കർമ്മമാണ് ഈ പ്രപഞ്ചം. എന്നിട്ട് ഭഗവാൻ ഇപ്പൊ പറയുന്നത്, ഇവിടെ കർമ്മം പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടണമെന്ന ചിന്തയോടുകൂടിയുള്ള ചെയ്യലുണ്ടല്ലോ, അത്. പിന്നെയോ, അയ്യോ എനിക്കും പോയാൽ കിട്ടുമായിരുന്നു അല്ലേ എന്ന് ചിലയിടത്തുണ്ടല്ലോ അങ്ങനെ ഒരു ചിന്ത. എല്ലാവർക്കും തൊഴിലില്ലായ്മ വേതനം കിട്ടി, നിനക്ക് അപേക്ഷ അയച്ചുകൂടായിരുന്നില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നത് കൊണ്ട് അയ്യോ അത് നഷ്ടപ്പെട്ടുവല്ലോ എന്ന ചിന്തയില്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ അസ്യ ഇവൻ സർവഭൂതേഷു സകല പ്രാണികളിലും അർത്ഥവ്യപാശ്രയ കശ്ചിത് നജ. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒന്നിൽ നിന്ന് പ്രയോജനത്തിന് ആശ്രയിക്കേണ്ടതായി അവന് യാതൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ വലിയ ഫിലോസഫിയാണ്. യജ്ഞം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ കാണായതെല്ലാം. ഇപ്പൊ നമുക്ക് പലതിൽ നിന്നുള്ള പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ വേറെ അത് വേറെ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇവൻ ഒന്നായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അലക്സാണ്ടറിന്റെ മുൻപിൽ ഒരു ധീരനായ സാധു, അലക്സാണ്ടർ ഇങ്ങനെ പട നയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്, നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഇവിടെ വിശേഷപ്പെട്ട ഒരു വസ്തുണ്ട്. എന്താണ്? സാധു, യോഗി എന്നൊക്കെ പറഞ്ഞ വിദ്വാന്മാർ.
ഇവന്മാര് വേറെ എവിടെയും അത്ര കേട്ടിട്ടില്ല, അതുകൊണ്ട് കിട്ടിയ ഒന്നിനെ പിടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ജൈത്രയാത്രയൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോ അതിർത്തിയിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഓർമ്മ വന്നത്. ആരോ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിൽ ഈ ഒരു വിദ്വാനെയും കൂടെ കൊണ്ട് ഇരുത്തിയാൽ തരക്കേടില്ല എന്ന്. കാരണം ലോകത്തിലുള്ള എല്ലാം തന്റെ കയ്യിൽ ഉണ്ട് എന്നിരിക്കെ ഒരു മഹാത്മാവ്, ഒരു സാധു, ഒരു നിസ്സംഗൻ, ഒരു യോഗി അദ്ദേഹം കൂടെ ഇരിക്കട്ടെ. അങ്ങനെ അവരോട് പറഞ്ഞു, പോയി നോക്കാൻ പറഞ്ഞു. അവരെല്ലായിടത്തും പോയി നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിദ്വാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവ പറഞ്ഞു, ഞങ്ങൾ അലക്സാണ്ടറിന്റെ ആൾക്കാരാണ്, അതിനിപ്പോ എന്താ വേണ്ടത് എന്നായി. അലക്സാണ്ടർ എന്ന് കേട്ടാ ചാടി എഴുന്നേൽക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. അവിടേക്ക് പോവാമെന്ന്. എവിടേക്ക്? അലക്സാണ്ടറിന്റെ അടുത്തേക്ക്. ഇല്ല, എനിക്ക് എങ്ങോട്ടും പോകണമെന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്ര നിർബന്ധമുണ്ട് ഇങ്ങോട്ട് വരാൻ പറയാൻ. അപ്പൊ അലക്സാണ്ടറിന്റെ അടുത്ത് പോയി പറഞ്ഞു എന്നാ, ഒരു ആളെ പിടികിട്ടിയിട്ടുണ്ട്, മൂപ്പര് വരില്ല എന്ന് പറഞ്ഞു, വേണേ അങ്ങോട്ട് ചെല്ലണമെന്നാ. കാരണം അദ്ദേഹത്തോട് ഇതുവരെ ലോകത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ തരക്കേടില്ല, ആളെ ഏതായാലും കണ്ടെത്തിയത് തരക്കേടില്ലാത്ത ഒരാളായിരിക്കാം എന്ന് കരുതി അദ്ദേഹം വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ ആരാണെന്ന് അറിയോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അദ്ദേഹം കുറച്ച് തത്വവിചാരം നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ എന്താ അങ്ങയുടെ ശിരസ് ഛേദിക്കുമെന്ന്. അപ്പോഴാണ് അദ്ദേഹം ഉറക്കെ ചിരിച്ചത്. അത്ര അലക്സാണ്ടർ ചിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ശബ്ദത്തിൽ പറഞ്ഞു, അങ്ങയുടെ ഏതൊരു ശിരസാണോ ഛേദിക്കുന്നത്, ഛേദിക്കപ്പെട്ട ആ ശിരസിന് അങ്ങയുടെ കണ്ണുകളിലൂടെ ഞാൻ അതിനെ കാണുമെന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കണ്ണും എന്റെ കണ്ണും ഒന്നാണ്. അതിനുള്ള വലിയ തത്വശാസ്ത്രമൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അലക്സാണ്ടറിന്റെ മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്പർക്കം ഉണ്ടായതുകൊണ്ട്. പല മഹാത്മാക്കളുമായിട്ട് അദ്ദേഹത്തിന് സമ്പർക്കം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ ഞാനിപ്പോ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ഒന്നും ചെയ്യാനില്ല. മുൻപിൽ നിന്ന് മാറിയ സൂര്യന്റെ വെളിച്ചം കുറച്ചിങ്ങോട്ട് കിട്ടും, മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞു. മുൻപിൽ ഇപ്പം നിൽക്കുമ്പം പ്രകാശത്തിന് ഒരു തടസ്സമുണ്ടോ എന്നൊരു സംശയം. ഒന്ന് മാറി നിന്നാൽ അത് ഇങ്ങോട്ട് നേരെ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാനാണ് എല്ലാമായി ഇരിക്കുന്നത്. എല്ലാമായി ഇരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്നൊന്നും നേടാനില്ല. ഇത് ഈ വ്യാപാര ബുദ്ധി ഉണ്ടല്ലോ, കച്ചവട ബുദ്ധി, കച്ചവട മനസ്സ് അസ്തമിക്കുന്നതാണ് ഇവിടെ. മറ്റിടത്തെല്ലാം എടുക്കുക കൊടുക്കുക ഉണ്ട്. എടുക്കുക കൊടുക്കൽ എന്നൊക്കെ ഭഗവാൻ മുൻപിലേക്ക് വന്നു കഴിഞ്ഞു. ദേവാൻ തേ ഭാവയന്ത പരസ്പരം ഭാവയന്ത, അതിനെയൊക്കെ അതിജീവിച്ചു മുൻപിലേക്ക് വന്നു. ഇനി എന്താ? എല്ലാമായി തീർന്നിരിക്കുക. അവന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കശ്ചിത് നച, ഒന്നും പ്രയോജനമില്ല എന്ന് പറയാം. തപോവനസ്വാമികള് ഈ ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പം പല ഇങ്ങനെയുള്ള കാഴ്ചകൾ താൻ ഒരു തപോവനസ്വാമികൾ എങ്ങനെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിമാലയം പോലെ ഉണ്ടാവും. ഏകദേശം ഒരു ഹിമവാനെ പോലെ തന്നെയാണ് കാണാൻ. അദ്ദേഹത്തിന്റെ മൂക്കും ആ ആകാരമൊക്കെ ഒരു പർവ്വതം നിൽക്കുന്നത് പോലെ ഉണ്ടാവും സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ. സ്വാമിജി പലപ്പോഴും ഹിമാലയമായിട്ട് അങ്ങോട്ട് സാമ്യപ്പെടാറുണ്ട്. സ്വാമിജിയുടെ പുസ്തകങ്ങളിൽ ഹിമഗിരി വിഹാരം, ഈശ്വര ദർശനം, 2 പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. അതുപോലെ സന്ദർഭവശാൽ പറയട്ടെ, തപോവനസ്വാമികൾ എഴുതിയിട്ടുള്ള എഴുത്തുകൾ ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഗൃഹത്തിലിരിക്കുന്നവന്റെ ധർമ്മം അനുഷ്ഠിക്കണം. ഗുഹയിലിരിക്കുന്നവൻ, വനത്തിലിരിക്കുന്നവനെ പോലെ ഇരിക്കണം. വനത്തിലിരിക്കുന്നവൻ ഗൃഹത്തിലിരിക്കുന്നവനെ പോലെയോ ഗൃഹത്തിലിരിക്കുന്നവൻ വനത്തിലിരിക്കുന്നവനെ പോലെയോ ആചരിക്കരുത്. പല ഗൃഹത്തിലിരിക്കുന്നവരുണ്ട് വനത്തിലിരിക്കുന്നത് പോലെ. കാവിമുണ്ടൊക്കെ മേടിച്ച് വലിയ കോറിയൊക്കെ തൊട്ട് ഭാര്യയോടൊക്കെ വളരെ നീ അങ്ങോട്ട് മാറി നിൽക്കൂ, നീ എന്റെ സാധനയെ എന്നൊക്കെ പറഞ്ഞ ഒരു രുദ്രാക്ഷൊക്കെ തിരിച്ചുകൊണ്ട് കാട്ടുകള്ളനെ പോലെ കഴിയുന്ന വിദ്വാന്മാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തപോവന സ്വാമികള് അങ്ങ് ഹിമവത് വിഭൂതി എന്ന് എന്താ പറയാ, സൗമ്യകാശീശനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല.
അല്ലയോ ബദരീശനോടും അതുപോലെ സൗമ്യകാശീശനോടും ചോദിക്കുക, അങ്ങയുടെ മുൻപിലൂടെ ഒഴുകുന്ന അളകനന്ദയും വേശ്യയുടെ ഗൃഹത്തിന്റെ മുൻപിലൂടെ പോകുന്ന ജലവും കോ ഭേദഃ എന്ന്. അത്രയും ആ ഔന്നിത്യത്തിൽ വിരാജിച്ച മഹാത്മാവ്. കോ ഭേദഃ, ആ അറിവിന്റെ ആ ഔന്നിത്യമാണ്. ഒരു രക്ഷയില്ല. നമുക്ക് വലുതാവണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ അക്ബറിന്റെ എന്താ പറയാ മന്ത്രിയാണല്ലോ ബീർബൽ. അക്ബർ ബീർബൽ വളരെ രസകരമാണ് അവരുടെ ഇത്. കേട്ടിട്ടുണ്ടാവും. അക്ബർ ഒരിക്കൽ ഒരു വലിയ എന്താ പറയാ അക്ബർ ഒരിക്കൽ ഒരു ബോർഡിലൊരു വര വരച്ചിട്ട് പറഞ്ഞു, അതിനെ സ്പർശിക്കാതെ. എന്താ കുട്ടികളൊക്കെ കളിക്കുന്നതാണ്, പക്ഷെ ഇത് വന്നിട്ടുള്ളത് അവിടുന്നാണ്, അതിന്റെ കേന്ദ്രം അവിടെയാണ്. ആ വരയെ സ്പർശിക്കാതെ വരയെ ചെറുതാക്കാൻ ബീർബൽ പോയിട്ട് വലിയൊരു വര ഇപ്പുറം വരച്ചു. ഇന്ന് വലിയ പാഠമുണ്ട് പഠിക്കാൻ. വല്ലവരെയും ചെറുതാക്കണമെങ്കിൽ അതിലധികം സ്പർശിക്കേണ്ട എന്ന് പറയാം. നമുക്ക് വലുതാവുക. തപോൻ സ്വാമികളുടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതാണ്. നമ്മളറിയാതെ നമ്മൾ വലുതാവും. നമ്മൾ വലുതാവുന്നതോടുകൂടി നമ്മുടെ ശത്രുക്കളൊക്കെ ചെറുതായി പോകും. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് 18 എഴുത്തുകൾ. എന്ത് മനോഹരമായിട്ട് സ്വാമിജി നമ്മുടെ ഈ പറഞ്ഞ കുറെ സംശയങ്ങളുണ്ടല്ലോ, തിരി അങ്ങോട്ട് ഇടണോ ഇങ്ങോട്ട് ഇടണോ എന്നൊക്കെ പലർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ, പലരില്ലേ? ഈ കാസറോളൊക്കെ കൊടുക്കുന്നത് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത് കുട്ടിയുടെ പിറന്നാളാണ് ഒരു കാസറോള്, അപ്പൂപ്പന്റെ പിറന്നാളാണെങ്കിലും ഒരു കാസറോള്, എന്തിനും ഒരു കാസറോള്. അത് കാണാൻ എന്താ പറയുക, കുറച്ച് വലിയൊരു പെട്ടിയാ. ഈ വലിയ പെട്ടിയായിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുന്ന ഇത് കൊണ്ടുവരുമ്പോ ഇവർക്കറിയാം ഇതൊക്കെ കാസറോളാണെന്ന്. എന്നിട്ട് ഇത് തന്നെയാണ് ഇവര് തിരിച്ചും കൊണ്ടുപോകുന്നത്. ഇതൊരു പരസ്പരം ഭാവയെന്താ, ഇത് അങ്ങോട്ട് പാക്കറ്റ് മാറണമെന്നേ ഉള്ളൂ, ഒന്ന് തുടയ്ക്കും. ഇതൊക്കെ നിർത്തിയിട്ട് ഭഗവത്ഗീത ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ. എപ്പോഴൊക്കെ മനസ്സിന് വിഷമം തോന്നുന്നു, ആ വിഷമം തോന്നുന്ന വേളയിൽ ഇതൊന്ന് മറച്ചു നോക്കാനുള്ള സാവകാശം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമപൂർവം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു പേരും ഒപ്പൂട്ട് കൊടുത്തു നോക്കൂ. അവരുടെ കുട്ടികളുടെ കുട്ടികൾ അത് ഓർത്തു വയ്ക്കും. ഇപ്പൊ കൊടുക്കുന്ന കാസറോളൊന്നും ഉണ്ടല്ലോ, കാണില്ല. ഈ ജാടകളൊക്കെ നമ്മൾ ഒരാൾക്ക് എന്താ കൊടുക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കണേ. ഇത് ഗൾഫിൽ നിന്ന് ഒരുവൻ വന്നിട്ട് 90 വയസ്സായ ഈ എന്താ പറയാ 85 വയസ്സായി, ഇത് സത്യം പറയുക സ്വാമി ആയിട്ടുള്ള ഒരു അപ്പൂപ്പന് കൊടുത്തിരിക്കുക ഒരു സാധനം. എന്താണെന്നറിയോ, ഈ വലിച്ച് മസിലുണ്ടാക്കുന്ന ഒരു സാധനം. അത് വലിച്ച് എടുക്കണമെങ്കിൽ തന്നെ എന്തൊരു പാടാണെന്ന്. അതിന് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അത്ര, അപ്പൂപ്പന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇതൊക്കെ കൊടുക്കുമ്പോ ദേശം, കാലം, പാത്രം ഇതൊക്കെ വളരെ പ്രധാനമാണ്. തസ്യ ഇഹ കൃതേന അർത്ഥഃ ന ഏവ അകൃതേന ന കശ്ചന അസ്യ സർവഭൂതേഷു അർത്ഥവ്യപാശ്രയ കശ്ചിത് ന. അവനിവിടെ ചെയ്തതുകൊണ്ട് നേടാനോ ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെടാനോ ഒന്നുമില്ല. കാരണം അവനാണ് എല്ലാം, അവനാണ് കർമ്മം, അവനാണ് കർമ്മഫലം. തുടർന്നു തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. ആജ്യധാരയ, നെയ്യ് ഒഴുകുന്നത് പോലെ മുറിവില്ലാതെ, സ്രോതസാസമം നദി ഒഴുകുന്നത് പോലെ സതതം കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മ സമാചര, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെ കർമ്മത്തെ സമാചര, സമ്യക് ആചര, നല്ലവണ്ണം ആചരിക്കൂ. അപ്പൊ കർമ്മങ്ങൾ നമുക്ക് കുറെ കർമ്മങ്ങളുണ്ട്. നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത്, അതേ സമയത്ത് നമ്മിൽ വന്നു ചേർന്നിട്ടുള്ളത്. അച്ഛൻ എന്ന നിലയിൽ സന്താനങ്ങളെ ജനിപ്പിച്ചു എന്നതിനാൽ തനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്.
അവരുടെ വിവാഹാദി കാര്യങ്ങളിൽ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. അതുപോലെ നിത്യകർമ്മങ്ങൾ, ദിവസവും താൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ഇതൊക്കെ നന്നായി ആചരിക്കേണ്ടതാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മുടെ ഇതിൽ വിവാഹം ചെയ്യുന്നതിന് മുൻപായിട്ട് ഇവന് ഒരു സംസ്കാരം ഉണ്ടായിരിക്കണം. എന്തിനായിട്ടാണ് താൻ വിവാഹം കഴിക്കുന്നത്? ആരാണ് തന്റെ വധുവായി വരുന്നത്? അവരെ താൻ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? തുടർന്നുള്ള ഒരുമിച്ചുള്ള ജീവിതം എങ്ങനെയായിരിക്കണം? ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളതിൽ താൻ ഭർത്താവായി കഴിഞ്ഞാൽ തനിക്ക് ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അച്ഛനായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച്, അമ്മയായി കഴിഞ്ഞാൽ. അപ്പൊ നിത്യനൈമിത്തിക കർമ്മങ്ങൾ നിരന്തരം നന്നായി ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ അസക്തഃ കർമ്മ, ഇതിലെല്ലാം അസക്തനായിരിക്കണം. ആസക്തിയോടുകൂടിയല്ല, അസക്തനായിക്കൊണ്ട് കർമ്മ, അസക്തി എന്താ പറയാ, അസക്തനായി ചെയ്യുന്ന കർമ്മങ്ങൾ ആചരിക്കുന്ന പുരുഷ, മനുഷ്യൻ പരം ആപ്നോതി, ആ സത്യത്തെ, മുക്തിയെ, പരം എന്ന് പറഞ്ഞാൽ പരമമായത്, ദേശകാല വസ്തു പരിമിതിയില്ലാത്ത ആ സത്യത്തെ ആപ്നോതി, പ്രാപിക്കുന്നു. അവൻ ആ സത്യത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് കർമ്മങ്ങളൊന്നും തന്നെ ഈ സത്യസാക്ഷാത്കാരത്തിന് നമുക്ക് തടസ്സമല്ല. ഏത് ജോലിയാണ് നാം ചെയ്യുന്നത് എന്നത് ഇവിടെ ഒരു വിഷയമല്ല. അതെങ്ങനെ എന്നതാണ്. എന്തോ ആവട്ടെ, കിട്ടിയിരിക്കുന്ന ജോലി ഏതോ ആകട്ടെ, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നേരത്തെ പറഞ്ഞ അതിനെ പൂജയാക്കാൻ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. കർമ്മബന്ധനം എങ്ങനെയാണ്? യജ്ഞഭാവത്തോടുകൂടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്കേ അർജുന ബന്ധനം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉഗ്രമായ, ഏറ്റവും ഘോരമായ കർമ്മത്തെ ചെയ്യാൻ ഒരുവനെ മുൻനിർത്തിക്കൊണ്ട് ഈ തത്വം ഉപദേശിക്കുന്നത്. ഏറ്റവും സങ്കീർണമായ കർമ്മം യുദ്ധം. ഇനി അതിന്റെ മുകളിൽ വേറെ വലിയ കർമ്മമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ കർമ്മം. കർമ്മത്തിൽ ഏറ്റവും സംശയങ്ങൾ നിലകൊള്ളുന്ന കർമ്മം. അതുകൊണ്ടാണ് ഈ അച്ഛൻ മകനോട് പറയുന്നത് അമ്മയുടെ കഴുത്ത് വെട്ടാനൊക്കെ. ഏത് പുരാണത്തില് ഒറ്റ വെട്ടുകൊടുത്തു. ആരാ? പരശുരാമൻ ഇല്ലേ? പിന്നെ ചോദിച്ചു എന്താ വേണ്ടത്? അമ്മയെ കിട്ടിയാൽ തരക്കേടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അസക്തനായി കർമ്മം ചെയ്യുന്നുവെങ്കിൽ പുരുഷൻ പരമമായ സത്യത്തെ പ്രാപിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. കർമ്മത്തിന്റെ സങ്കീർണതകളെ മുഴുവൻ ഭഗവാൻ ഇഴപിരിക്കാൻ പോവുക. 3-ാം അധ്യായം അതിന്റെ വേറൊരു എല്ലാ ഭാവത്തോടും കൂടി നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാൻ പോവുക. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അഖായുരിന്ദ്രിയാരാമഃ മോഖം പാർത്ഥസ ജീവതി. വളരെ ക്രമമായി, കൃത്യമായി, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി അനുഗ്രഹ ബുദ്ധിയാൽ പ്രവർത്തിക്കുന്ന ഈ ചക്രം ആരാണോ അറിയാത്തത് അവന്റെ ജീവിതം നിഷ്ഫലം എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, യാതൊരുവനാണോ ആത്മതത്പരനായിക്കൊണ്ട് സ്വരൂപത്തിൽ തന്നെ ആത്മാവിൽ സന്തുഷ്ടനായി ഭവിക്കുന്നത് അവന് ചെയ്യേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെടാനും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ ലോകത്ത് എന്തു വേണം? കർമ്മം. ജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മം എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ലാഭം കുറെ നേടാം എന്നതുമില്ല. അതേസമയം ചെയ്യാത്തതുകൊണ്ട് നഷ്ടവുമില്ല. അതുകൊണ്ട് എന്തു വേണം? അസക്തനായിട്ട് സതതം കാര്യം കർമ്മ സമാചര. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണെന്ന് പറയാം. നമ്മൾ എല്ലാം എന്നാ ശരി, എനിക്കൊന്നും കിട്ടാനും നഷ്ടപ്പെടാനും ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കരുത്. തീരുമാനം ഭഗവാൻ എടുക്കുന്നുണ്ട്. എന്താണ്? തസ്മാത്, അതുകൊണ്ട് അസക്ത, ഫലകാംക്ഷ ഒട്ടുമില്ലാതെ സതതം കാര്യം കർമ്മ സമാചര, നന്നായിട്ട് കർമ്മത്തെ ആചരിച്ചാലും
എന്തുകൊണ്ടെന്നാൽ അസക്ത കർമ്മ ആചരൻ പുരുഷ പരം ആപ്നോതി, അവനാണ് പരമമായ സത്യത്തെ പ്രാപിക്കുന്നത് എന്ന് പറയാം. അല്ല, ആരെങ്കിലും ഉണ്ടോ ഭഗവാന് ഈ പറഞ്ഞ പോലെ കർമ്മം ചെയ്യുന്ന ആരെങ്കിലും? അർജുനന് ഒരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കും ഉണ്ടാവും സംശയം. സ്വാമി ഈ പറഞ്ഞ പോലെയൊക്കെ കർമ്മം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നാണെങ്കിൽ ഭഗവാൻ ഒരാളെ ഉദാഹരിക്കണം. ഈ ഒരു ഉദാഹരണം നമുക്ക് എന്തുകൊണ്ടും സ്വീകാര്യമായിരിക്കണം. നോക്കാം എന്താണ്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണ ഏവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹം ഏവ അപി സംപശ്യൻ കർത്തും അർഹസി. പറയുന്നു, ജനകാദയഃ, ജനകൻ മുതലായിട്ടുള്ള രാജർഷികൾ, ഭഗവാൻ എടുത്തു പറയുന്ന പേര് ജനകനെയാണ്. ഇനി ഇതുപോലെ രാജാക്കന്മാരായിട്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വപതി ഇതുപോലെയാണ്, മഹാജ്ഞാനിയായിരുന്നു അശ്വപതി. അതുപോലെ വിശ്വാമിത്രൻ, ഭഗീരഥൻ, ഇവരൊക്കെ തികഞ്ഞ ജ്ഞാനികളായിരുന്നു. അതുപോലെ അവര് അങ്ങേയറ്റം ഭരണ സാമർഥ്യം ഉള്ളവരുമായിരുന്നു. അപ്പൊ ജനകാദയ എന്ന് പറയുമ്പോൾ ജനകൻ മുതലായിട്ടുള്ള രാജാക്കന്മാരൊക്കെ കർമ്മണ ഏവ, കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധിം ആസ്ഥിത, ആ പരമമായ മുക്തിയെ, സിദ്ധിയെ പ്രാപിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഒരു രാജാവിനെ ഭഗവാൻ ഇവിടെ ഉദാഹരിക്കുമ്പം ഒരു രാജാവിൽ എന്തൊക്കെ കർമ്മങ്ങൾ ഉണ്ട് എന്നാ. ഒരു രാജാവാണെങ്കിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇപ്പം ശത്രുക്കൾ ഉണ്ടാകാം, അയൽ രാജ്യം ഈ രാജ്യത്തെ കടന്നാക്രമിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ രാജഭടന്മാരെ അയൽ രാജ്യത്ത് അയച്ച് അവിടെ തന്റെ രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ എന്താണ് പറയുന്നത്, ചാരവൃത്തി എന്ന് പറയാം. വളരെ പണ്ടേ ഉണ്ടത്. ഈ എംബസികളൊക്കെ അതിനാണല്ലോ. നമുക്ക് എല്ലാവരെ കുറിച്ച് അറിയാനും അവർക്ക് നമ്മളെക്കുറിച്ച്, ഇങ്ങനെ രാജ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ അറിയാനും ചോർത്താനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. അന്നത്തെ എംബസികളൊക്കെ ഇങ്ങനെ രാജാവ് പറഞ്ഞു വിടും ആളെ. അപ്പൊ അവിടുത്തെ രാജ്യക്കാരനെ പോലെ അവരവിടെ താമസിച്ച് അവിടെ വീടും കുടിയൊക്കെ വെച്ച് അവരങ്ങനെ അറിയും, ചാരവൃത്തി ചെയ്യും. അപ്പൊ രാജാവിനത് നേരിട്ട് ചെയ്യേണ്ടതാണ്. രാജാവ് അതിൽ ഏർപ്പെടുന്നു. അതേപോലെ ജനകനെ പോലുള്ള മഹാരാജാക്കന്മാരൊക്കെ ഏതു സമയവും ജനകൻ അങ്ങനെ ജനകന്റെ കൊട്ടാരത്തിൽ എപ്പോഴും സത്സംഗങ്ങളാണ്. അതേസമയം രാജ്യകാര്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നില്ല. അദ്ദേഹത്തെ ഒരിക്കൽ പരീക്ഷിക്കുന്നുണ്ട്, എങ്ങനെയാ അങ്ങ് ഈ ജ്ഞാനത്തിൽ സദാസമയവും നിലകൊള്ളുന്നത് എന്ന്. ഒരാള് ഈ ആശയത്തെ അറിയുന്നതിനായിട്ട് ചെന്ന് ചോദിച്ചു, എന്താ സംശയം? കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് അങ്ങയുടെ ഈ ഒരു അങ്ങ് നിലകൊള്ളുന്നത് എങ്ങനെയാ ഇത്ര ഭംഗിയായിട്ട് സന്തോഷവാനായിട്ട്. അപ്പൊ ജനകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതൊക്കെയാണോ അന്വേഷിക്കാനാണോ ഇവിടെ വന്നത്? അതുകൊണ്ട് പിന്നെ പിടിച്ച് റൂമിലടയ്ക്കാൻ പറയും. വളരെ മര്യാദയിലാ ചോദിച്ചത്. കിട്ടിയിട്ടുള്ള ശിക്ഷ ഇതാണ്, പിടിച്ച് റൂമിലടയ്ക്കാൻ. റൂമിലടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു റൂമിനകത്താക്കി കിടക്കാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. കിടക്കാനൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ കിടക്കയുടെ മുകളിലായിട്ട് വലിയൊരു കുന്തം പോലൊരു സാധനം കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും പൊട്ടി വീഴാം. അവനോട് കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ കിടന്നു നോക്കാനൊക്കെ ഭടന്മാരും അവരിവരും ഒക്കെ ഉണ്ട്. രാജകൽപ്പന കിടന്നോളാൻ പറഞ്ഞാൽ പിന്നെ കിടക്കണം, പിന്നെ ഇരിക്കാനൊന്നും പാടില്ല. അങ്ങനെയാ. ഏതായാലും പിറ്റേ ദിവസം അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു.
പലതും ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ജനകൻ അദ്ദേഹത്തെ കാണാൻ താല്പര്യപ്പെട്ടു. ചോദിച്ചു അദ്ദേഹത്തിനോട്, എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങള്, ഇന്നലെ എന്തായിരുന്നു കറി എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ല. സ്വാദുണ്ടായിരുന്നോ? അറിയില്ല, ഓർമ്മയില്ല എന്ന് പറയാം. എന്തായിരുന്നു ചിന്ത? ആ കുന്തം മാത്രമായിരുന്നു ചിന്ത എന്ന് പറയാം. എപ്പോഴാ അത് തലയിലേക്ക് വീഴുക? ഞാനും ഇതുപോലെയാണ്. ഇങ്ങനെയൊക്കെ സർവാഭരണ ഭൂഷിതനാണെങ്കിലും ആ സദ്വസ്തുവിലാണ് എന്റെ ചിന്ത. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാം. ഇത് എപ്പോഴാ ഇത് വീണ് മരിക്കുക എന്നാവുമ്പം പിന്നെ ഭയം തന്നെയാണെന്ന് പറയാം. ഇവിടെ ജനകനെ സംബന്ധിക്കുന്ന ഒരുപാട് ഉപനിഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാ ജനകൻ. അതുപോലെ അഷ്ടാവക്ര ഗീതയിൽ ജനകനാണ് പ്രശ്നം ചോദിക്കുന്നത്, അഷ്ടാവക്രനോട് ചോദിക്കുന്നത്. ജനകന്റെ ഏറ്റവും വലിയ മഹത്വം എന്താന്ന് പറഞ്ഞാൽ അറിയാനുള്ള താല്പര്യത്തെ കാത്തുസൂക്ഷിച്ച ഒരു രാജാവാണ്. നാരദനൊക്കെ പലരെയും സംശയം തീർക്കുന്നതിന് ജനകന്റെ കൊട്ടാരത്തിലേക്കാണ് വിട്ടിട്ടുള്ളത്. അതേസമയം ഒരു വിദ്യാർത്ഥിയെ പോലെ അഷ്ടാവക്രനിൽ നിന്ന് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നു. അഷ്ടാവക്രന്റെ അച്ഛൻ കഹോടൻ മഹാജ്ഞാനിയായിരുന്നു. ഈ ജ്ഞാനിയായ കഹോടൻ വേദങ്ങൾ ഉച്ചരിക്കുന്ന സമയത്താണ് അഷ്ടാവക്രൻ അമ്മയുടെ വയറ്റെന്ന് പറഞ്ഞു, അച്ഛാ വെടിത്തരം മതിയാക്കുമെന്ന്. അച്ഛന് മന്ത്രങ്ങളൊക്കെ പിഴയ്ക്കുന്നു എന്ന്. അപ്പൊ അഷ്ടാവക്രന് ദേഷ്യം വന്നൊരു ശാപം കൊടുത്തു എന്നാ. അങ്ങനെയാണ് അത്ര വളഞ്ഞത്. 8 വളവോട് കൂടിയിട്ട് ആ കുട്ടി ജനിച്ചത്. ഏതായാലും ഈ കുട്ടിയെ അമ്മ അവതരിപ്പിക്കുന്നുണ്ട്. ഗംഭീരാണ്. അഷ്ടാവക്ര ഗീതയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അമ്മയാണ് കുട്ടിയെ അവതരിപ്പിക്കുന്നത്. എവിടെ? ജനകന്റെ സദസ്സിൽ. എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കർട്ടന്റെ പിറകിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികളെ യൂത്ത് ഫെസ്റ്റിവലിന് തയ്യാറാക്കുന്നത് പോലെയല്ല. ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. മോനെ അച്ഛനെ കാണുന്നില്ല, പോയി നോക്കാൻ പറയും. അച്ഛൻ അവിടെ ഗംഭീര ചർച്ചയില്ല. ഏകദേശം തോറ്റുകൊണ്ടിരിക്കുകയാണ് അത്ര ഈ സംവാദത്തിൽ ഏർപ്പെട്ടിട്ട്. അവിടേക്കാണ് അഷ്ടാവക്രൻ കടന്നു ചെല്ലുന്നത്. അഷ്ടാവക്രന്റെ ഇങ്ങനെ കൊടപടാക്കെന്നുള്ള വരവ് ശരിക്കല്ല വരുന്നത്. വരവ് കണ്ടപ്പോ അവിടെ ഉള്ളവരൊക്കെ ചിരിച്ചു എന്നാ. ചിരി കണ്ടപ്പോ അഷ്ടാവക്രനും ചിരിച്ചു. ജനകനത് ശ്രദ്ധിച്ചു. ഇതാണ് ജനകൻ. അപ്പൊ ജനകന്റെ ശ്രദ്ധയെ കാണിക്കാൻ തന്നെ ഇത് പറയുന്നുണ്ട്. ജനകൻ ചോദിക്കുന്നുണ്ട്, കുട്ടി ഇവരെല്ലാം ചിരിച്ചത് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ എന്തിനാണ് ചിരിച്ചത്? അപ്പൊ അവൻ പറയാണ്, മഹാരാജൻ, അങ്ങ് ഈ രാജ്യത്തിന്റെ വലിയ അധിപനാണ്. ഈ രാജ്യാധിപനായ അങ്ങ് രാജസദസ്സിൽ ഈ ചെരുപ്പുകുത്തികളുമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നോർത്ത് ഞാൻ ചിരിച്ചതാണ്. കാരണം ഇവരെല്ലാം ചെരുപ്പുകുത്തികളാണ്. ഇവരെല്ലാം തൊലിയെ കാണുന്നവരാണ്. തൊലിയിലാണ് ഇവരുടെ ശ്രദ്ധ എന്ന് പറയാം. ഇവരകത്തേക്ക് നോക്കുന്നില്ല. അവരെന്റെ തൊലി മാത്രമാണ് കണ്ടത് എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം 4-5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്ഷേത്ര ഗോപുര വളവുകൾ, ഗോപുരത്തിന്റെ വളവുകൾ ആകാശത്തിന് വളവുകൾ സൃഷ്ടിക്കുന്നുണ്ടോ മഹാരാജൻ? ഘടത്തിനകത്തിരിക്കുന്ന ആകാശം ഘടത്താൽ പരിമിതപ്പെടുന്നുണ്ടോ മഹാരാജൻ? എന്നൊക്കെ ചോദിച്ച സമയത്ത് അഷ്ടാവക്രന് ഇടിവെട്ടേറ്റതുപോലെയായിരുന്നു. ജനകൻ ശ്രദ്ധയുണ്ടോ നോക്കണം അല്ലേ? അതെ, ജനകന്. അതെ, ജനകനെ സംബന്ധിച്ച് അത് വലിയൊരു അത്ഭുതമായിരുന്നു എന്ന് പറയാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ അഷ്ടാവക്രനെ കാണുന്നതിനായിട്ട് കാത്തിരിക്കുന്നു. ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്നു. ഉപചാരങ്ങളോട് കൂടിയിട്ട് രാജസദസ്സിലേക്ക് വിളിക്കുന്നു. വിളിച്ചിരുത്തിയിട്ട് ബന്ധം എന്താണ്, മോക്ഷം എന്താണ്, എന്തൊക്കെയാണ് ഇതിന് തടസ്സങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് അഷ്ടാവക്ര ഗീത. ഗംഭീരം. അഷ്ടാവക്രൻ ജനകൻ ഇത്രയും അല്ലെങ്കിൽ അഷ്ടാവക്രൻ ഇത്രയും ഗഹനമായ ആശയങ്ങൾ വളരെ മനോഹരമായിട്ട് ജനകനോട് പറയുന്നുണ്ട് എന്ന് പറയും. ഒരു സമയം ഗുരു ബ്രഹ്മഭാവം, സമാധി അനുഭവം കുതിരപ്പുറത്ത് കയറുമ്പം എനിക്ക് കിട്ടണം എന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്. ഗുരു പറഞ്ഞു റെഡി എന്ന്. ദക്ഷിണ വയ്ക്കണം എന്ന് പറയും. ഓ റെഡി, ഞാൻ ദക്ഷിണ എന്ത് വേണമെങ്കിലും ദക്ഷിണയായിട്ട് തരാമെന്ന് പറഞ്ഞു. ഗുരു പറയും മനസ്സ് ഇങ്ങോട്ട് തരാൻ. മനസ്സ് ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞ ഉടനെ കുതിരപ്പുറത്ത് ഒരു കാലെടുത്തു വെച്ചതേ ഉള്ളൂ.
പിന്നെ അടുത്ത കാല് വെക്കുന്നില്ല എന്ന് പറയാം. മറ്റുള്ളവര് വിചാരിച്ചു ഈ ഗുരു എന്താ ഒടിയൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ എന്തോ ഒരു വിദ്യ കാണിച്ചതാണ് അത്ര. കാരണം ഒരു കരണ്ട് മോട്ടോർ പോലെ ജനകൻ നിശ്ചലനായി എന്ന് പറഞ്ഞാൽ മനസ്സ് ദക്ഷിണയായി സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ സമർപ്പിക്കാൻ പോകുന്ന പാകതയാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമ അതായിരുന്നു ജനകൻ എന്ന് പറയാം. അതുകൊണ്ടല്ലേ ജനകൻ രാമൻ സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ചൊപ്പം പോയി ഇടപെടാഞ്ഞത്? കാരണം ജനകൻ അറിയാം രാമൻ അതേ തലത്തിൽ വിരാജിക്കുന്ന ഒരു മഹാത്മാവാണ്. നമ്മുടെ ഇന്നത്തെ ജനകന്മാരൊക്കെയാണെങ്കിൽ അവിടെ പോയിട്ട് ഇറക്കിക്കൊണ്ടിരില്ലേ, രാമനെ 4 തെറി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ടോ ജനകനും രാമനും തമ്മിൽ ഇതിനെ ചൊല്ലി ഒരു സംവാദം? എന്റെ മകള്, നിരപരാധിയായ എന്റെ മകളെ രാമ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ എങ്ങനെ കാട്ടിലേക്ക് അയക്കാം? ആ കാട്ടിലേക്ക് ഒരു വലിയൊരു സന്നാഹത്തോടുകൂടി പോയിട്ട് സീതാദേവിയെ വാത്മീകി ആശ്രമത്തിനടുത്ത് എന്തുകൊണ്ട് ജനകപുരിയിൽ താമസിപ്പിച്ചില്ല? നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്രയും ശക്തനായ ജ്ഞാനിയായ ധനികനായ ജനകൻ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല? എവിടെ ഇടപെടണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇതിനെ ജ്ഞാനിയുടെ ലക്ഷണം. നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? നമ്മളോടാണെങ്കിലും അല്ലെങ്കിലും പലപ്പോഴും നമ്മളോട് ചോദിക്കാത്തതിന് പോലും നമ്മൾ ഉത്തരം പറയും. നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ഇന്നലെ ആരോ പറഞ്ഞു തന്നതാ. ഒരാള് രാവിലെ നായയായിട്ട് പോവുകയാണത്രേ. നായ നടക്കാൻ കൊണ്ടുപോകുന്നു. അപ്പൊ നല്ല അടിച്ചു പൂസായി വരുന്ന ഒരാൾ ചോദിച്ചു, ഈ കഴുതയായിട്ട് എങ്ങോട്ടാണ്? അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ഇത് കഴുതയല്ല, ഇത് നായയാണ്. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടല്ല ചോദിച്ചു, ഞാൻ ഇതൊരു തമാശയാണെങ്കിലും പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളോട് ചോദിച്ചതിന് നമ്മൾ ഉത്തരം പറയില്ല, നമ്മളതല്ലാത്തതിന് പറയും. ജനകൻ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇരുത്തം വന്ന ജ്ഞാനി. രാജ്യകാര്യങ്ങൾ അപ്പൊ ഭഗവത്ഗീതയിൽ ഉദാഹരിക്കുന്നത് ജനകനെ പോലെ അങ്ങേയറ്റം തിരക്കുള്ള, ഇത് വളരെ ഇതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് ഇതാണ്. ഒരു രാജാവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ബിസിയാണ് അദ്ദേഹം. അത്രയും തിരക്ക്. നമുക്കൊക്കെ അത്ര തിരക്കുണ്ടാവുമോ? ആ ആൾക്ക് സാധിക്കുന്നതാണ് അത്ര ഈ സാക്ഷാത്കാരം. സ്വാമി വളരെ തിരക്കിലാണ്, വരാം 1-2 ദിവസമൊക്കെ വരാം. ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ സ്വാമി, പത്രത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് സ്വാമി, അവിടെ പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ജ്ഞാനിയാണ് അല്ലേ? ജനകനെ ഉദാഹരിക്കുമ്പം അത്രയും അത്രയും തിരക്കുള്ള ഒരാളാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ മധ്യത്തിൽ ഇരിക്കേണ്ടുന്നവനാണ്. അധികാരം, യശസ്, കീർത്തി ഇത്യാദികളെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ പറയുമല്ലോ, വളരെ ബിസിനസ്സൊക്കെ, ഇപ്പൊ ബിസിനസ്സിലൊക്കെ നന്നായി ശ്രദ്ധിക്കണേ. അപ്പൊ അതുകൊണ്ടാണ് ഇതിലൊന്നും സമയമില്ലാത്തത്. പിന്നെ ഭാര്യയും കുട്ടികളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ മതിയല്ലോ. ഞാൻ പിന്നെ ഡൊണേഷൻ എന്താ വേണ്ട വെച്ചാൽ തരാം. ചിലർക്ക് അങ്ങനെയാ, ഡൊണേഷൻ തന്നാ പ്രശ്നം തീർന്നില്ല. അല്ല, അത് വേണം, അത് വേറെ കാര്യം അല്ലേ? അപ്പൊ ജനകനെ ഇവിടെ ഭഗവാൻ ഉദാഹരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ജനകനോളം ബിസി ആയിരിക്കില്ലല്ലോ നമ്മളൊന്നും. അപ്പൊ എന്തുകൊണ്ടും അർജുനന് ഈ സംശയം തീരണം. ഭഗവാൻ പറയുന്നു, ജനകാദയ കർമ്മണ ഏവ. ഇവിടെയാണ് ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ സിദ്ധാർത്ഥ രാജകുമാരൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥ രാജകുമാരന് ഇതൊക്കെ ബോധിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ബുദ്ധമതം എന്നൊന്നും ഉണ്ടാവില്ലായിരുന്നു ലോകത്തിൽ. അതെ, യശോദരയെയും രാഹുലനെയും സിദ്ധാർത്ഥൻ ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഒരു അമ്മയുടെ അനുസരണയില്ലാത്ത കുട്ടിയാണ് ബുദ്ധമതം എന്ന്. വിവേകാനന്ദ സ്വാമികൾ ബുദ്ധമതത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്, അനുസരണയില്ലാത്ത കുട്ടി.
അനുസരണ ഉണ്ടായിരുന്നെങ്കിലും അതാ ഈ വഴിയിൽ എങ്ങനെ ഇങ്ങോട്ട് വന്നേ. മരണത്തെക്കുറിച്ചാണ് ഈ കഠോപനിഷത്ത് ചിന്മയാനന്ദ സ്വാമികൾ പറയും. ആ സിദ്ധാർത്ഥകുമാരന് കഠോപനിഷത്ത് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തീരുമായിരുന്നു. മരണമായിരുന്നു സിദ്ധാർത്ഥന്റെ പ്രശ്നം. എന്താണ് മരണം, എന്താണ് വാർദ്ധക്യം? പലരും പല ഹോമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിക്ക് തേ പിടിച്ചതാണെന്ന് പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛനാണ് ചോദിച്ചത്. ജനകാദയ കർമ്മണായേവ സംസിദ്ധിം ആസ്ഥിതാഹി. അവരൊക്കെ ഇതിനെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് എന്തു വേണം? ലോകസംഗ്രഹം സംപശ്യൻ. ഇവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാരുണ്യം. ലോകസംഗ്രഹം സംപശ്യൻ. ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയിട്ട് എന്തു വേണം? ഏവ അതി, അതിനെ മുൻനിർത്തിയിട്ട് അതിനുദ്ദേശിച്ചിട്ട് കർത്തും ത്വം അർഹസി. നീ കർമ്മം ചെയ്യാൻ അധികാരിയാണ്, നീ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. ഞാൻ എന്തിനാ കർമ്മം ചെയ്യുന്നത്? ഒരു രാജാവെന്ന നിലയിൽ ജനകൻ പോലും അനുനിമിഷം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ലോകത്തിന്റെ ഹിതത്തിനായിക്കൊണ്ടാണ്. അങ്ങനെ നോക്കിയാൽ ഭഗവാൻ നേരത്തെ പറഞ്ഞു ശരീരയാത്ര അതിച്ച ചെയ്ത്, നിന്റെ ശരീരയാത്ര നന്നായിട്ട് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ കർമ്മം ചെയ്തേ മതിയാവും. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിലോ ലോകത്തിന്റെ സംഗ്രഹത്തിനായിക്കൊണ്ടെങ്കിലും കർമ്മം ചെയ്യാൻ നാം ഓരോരുത്തരും വിധിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയിട്ട് എന്തു വേണം? ഏവ അതി, അതിനെ മുൻനിർത്തിയിട്ട് അതിനുദ്ദേശിച്ചിട്ട് കർത്തും ത്വം അർഹസി. നീ കർമ്മം ചെയ്യാൻ അധികാരിയാണ്, നീ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. ഞാൻ എന്തിനാ കർമ്മം ചെയ്യുന്നത്? ഒരു രാജാവെന്ന നിലയിൽ ജനകൻ പോലും അനുനിമിഷം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ലോകത്തിന്റെ ഹിതത്തിനായിക്കൊണ്ടാണ്. അങ്ങനെ നോക്കിയാൽ ഭഗവാൻ നേരത്തെ പറഞ്ഞു ശരീരയാത്ര അതിച്ച ചെയ്ത്, നിന്റെ ശരീരയാത്ര നന്നായിട്ട് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ കർമ്മം ചെയ്തേ മതിയാവും. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിലോ ലോകത്തിന്റെ സംഗ്രഹത്തിനായിക്കൊണ്ടെങ്കിലും കർമ്മം ചെയ്യാൻ നാം ഓരോരുത്തരും വിധിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്കൊക്കെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമ്മളോടാണ് അടുത്തത് ഭഗവാൻ പറയാനുള്ളത്, നമ്മളെ നോക്കിയിട്ട്. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. യത് യത് ആചരതി ശ്രേഷ്ഠഃ തത് 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 ഏവ ഇതരജനഃ ആചരതി സയത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. ശ്രേഷ്ഠഃ, ശ്രേഷ്ഠൻ, മാതൃകയായിട്ട് ഉള്ള ഒരുവൻ. നമ്മെ സംബന്ധിച്ച് നാം ഒക്കെ മാതൃകയാണ്. ആർക്ക്? നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിന് ആയിരിക്കണം. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള മാതൃകാ പുരുഷന്മാര് എന്തു ചെയ്യണം? പറയുന്നു യത് യത് ആചരതി, ഏത് ഏതിനെ ആചരിക്കുന്നു, തത് തത് ഏവ, അതിനെ തന്നെ ഇതരഹ ജനഃ ആചരതി, മറ്റുള്ളവരും ആചരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം. ചെറിയ കുട്ടികളാണ്, കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ വെറുതെ പറയാം. അമ്മ സാരി അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെടുത്ത് ചുറ്റാൻ തുടങ്ങും, അല്ലേ? എന്നിട്ട് കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിൽക്കും. അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇതുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്യും. കാരണം ഇതൊക്കെ അച്ഛൻ ചെയ്യുന്നതല്ലേ, അത് കണ്ട് ചെയ്യുന്നതാ. എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങനെ അനുകരിക്കാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ കുട്ടികളുടെ മുൻപിൽ വെച്ച് വളരെ മാന്യമായി പെരുമാറണം, അല്ലെങ്കിൽ അവർ കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം അവര് ആചരിക്കാൻ സാധ്യതയുണ്ട്. ഹരിശ്ചന്ദ്രന്റെ കഥ മോന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നത്. അപ്പൊ ഫോൺ എടുക്കാൻ മോനെ വിട്ടിട്ട് പറയാം, അച്ഛനെയാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കൂ. അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹരിശ്ചന്ദ്രന്റെ കഥയാ.
യത് ആചരതി. പിന്നെ അച്ഛൻ പറയാടാ ഞാനും ഇങ്ങനെയായി, നീയെങ്കിലും നന്നാവൂ. അപ്പൊ മോനെന്താ വിചാരിക്കുക? അച്ഛന് പറ്റാത്ത പിന്നെ എനിക്ക് പറ്റും അച്ഛ? ഇല്ലേ? അത് വലിയ ഉത്തരവാദിത്വമാണ്. നാം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയായിട്ടിരിക്കേണ്ടത് എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഉദാഹരിക്കാൻ പറ്റണം. എനിക്ക് തീർപ്പ് പറയാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റണം. കണക്ക് ക്ലാസ്സിൽ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, രാജുവിന്റെ അച്ഛന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം, ടീച്ചർ 500 രൂപ വായ്പ തന്നു. രാജുവിന്റെ അച്ഛൻ ആഴ്ചയിൽ തിങ്കളാഴ്ച തോറും 100 രൂപ തിരിച്ചു തരണം. 5 ആഴ്ച കഴിഞ്ഞാൽ രാജുവിന്റെ അച്ഛന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? കുട്ടി പറഞ്ഞു 500. ടീച്ചർ വിചാരിച്ചു പിന്നെ മനസ്സിലായിട്ടില്ല. ശ്രദ്ധിക്കൂ, രാജുവിന്റെ അച്ഛന് 500 രൂപയുടെ ആവശ്യമുണ്ടായി. മനസ്സിലായോ? ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ കൊടുത്തു. ഇനി രാജുവിന്റെ അച്ഛൻ തരണ്ടേ? 100 രൂപ വീതം തിങ്കളാഴ്ച തരണം. തിങ്കളാഴ്ച 5 തിങ്കളാഴ്ച കഴിഞ്ഞു. രാജുവിന്റെ അച്ഛന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 500. വീട്ടിൽ നിനക്ക് കണക്കറിയില്ല, ഇരിക്കവിടെ. ടീച്ചർക്ക് എന്റെ അച്ഛനെ അറിയില്ല. അച്ഛൻ മേടിച്ചാൽ കൊടുക്കാറില്ല, കൊടുത്താലല്ലേ തിരിച്ചു കിട്ടും. അതുകൊണ്ട് അപ്പൊ അവനെ സംബന്ധിച്ച് ടീച്ചർ അച്ഛന് വായ്പ തന്നാൽ എന്ന് പറയുമ്പോൾ അവൻ അത് ശരിക്കും അവൻ മനസ്സിലാക്കിയെടുത്തു എന്ന് പറയാം. കാരണം ടീച്ചർക്ക് കിട്ടാൻ പോണില്ല. കണക്കിന്റെ ഉത്തരമല്ല അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പറയാം. ആചരതി ശ്രേഷ്ഠ എന്ന് വിചാരിക്കുമ്പം, നമ്മൾ ഈ ശ്ലോകം കേൾക്കുമ്പം ഏതായാലും ഞാൻ ഈ ഗണത്തിൽ പെടില്ല എന്ന് കരുതിയേക്കരുത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെയാണ് ശ്രേഷ്ഠന്മാർ. എന്തുകൊണ്ടും വേറെ മഹാത്മാഗാന്ധിയൊന്നും അവര് അനുകരിക്കാൻ ശ്രമിക്കില്ല. നിങ്ങൾ അങ്ങനെ കരുതിയേക്കരുത്. ഗാന്ധിജിയുടെ ഫോട്ടോ, വിവേകാനന്ദ സ്വാമികളുടെ ഫോട്ടോ, പുസ്തകം കൊടുത്തിട്ട് എടാ വായിച്ച് നന്നാവൂ എന്നല്ല. അവർ നമ്മളെ തന്നെ നോക്കുന്നവർ. അതുകൊണ്ട് നാം എന്താണോ ചെയ്യുന്നത് അതിനെ മറ്റുള്ളവർ അനുകരിക്കുന്നു. ഇതര ജനഃ ആചരതി. അത് സഹ യത് പ്രമാണം കുരുതേ. യാതൊന്നിനെ പ്രമാണമാക്കി ചെയ്യുന്നു. ലോകഃ തത് അനുവർത്തതേ. ലോകം അതിനെ അനുവർത്തിക്കുന്നു. അതുകൊണ്ടാണ് സിനിമകളിലൊക്കെ ഈ നായകന്മാര് സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് സിനിമയിൽ വേണോ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. കാരണം അതിനെ അനുകരിക്കുന്നു. അനുകരണത്തിന്റെ ദൂഷ്യവശങ്ങളെ ആവോളം കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. ബോംബെ വലിയൊരു ഫ്ലാറ്റില് സ്പൈഡർമാനോ ഹീമാനോ അങ്ങനെ എന്തോ ഒരു കുട്ടികളുടെ ഇത് കണ്ടിട്ട് ഒരു കുട്ടിയും അതുപോലെ എടുത്തൊരു ചാട്ടം. ഇതിങ്ങനെ പോകുന്നു വിചാരിച്ചു പാവം. അത് TV-യിൽ. ഇതുപോലെ വേറെ ഒരുത്തൻ ട്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് ചെയ്യ എന്ന് പറഞ്ഞു തല അങ്ങോട്ട് പോയി. ഇല്ലേ? ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അവര് ചെയ്യാന്ന് പറയും, ചെയ്യൂല്ല. നമ്മൾ ഇതൊക്കെ കണ്ട് ചെയ്താൽ ഇങ്ങനെ എന്തൊക്കെ അനുകരിക്കും. ചിലപ്പം കളിയായിട്ട് അനുകരിക്കാൻ ശ്രമിക്കണു. ഞാൻ തൂങ്ങി വരികയാണ്. ചില പേര് ചില സമയത്തായിരിക്കും അടിയിൽ നിന്ന് ആ സ്റ്റൂൾ അങ്ങോട്ട് പോവുക. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നാം കാണിക്കുന്നത് ഈ അനുകരണം നമുക്ക് വലിയൊരു അനുകരിക്കാൻ ഒരു ഭ്രമമാണ്. വല്ലാത്തൊരു ഭ്രമമാണ് അനുകരിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ശ്രേഷ്ഠന്മാര് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മെ വിട്ട് ചിന്തിക്കരുത്. നാം ചെയ്യുന്ന നമ്മുടെ ഓരോ ചലനങ്ങളും അതീവ ശ്രദ്ധയുള്ളതായിരിക്കണം എന്ന് പറയാം. അതാരോ നോക്കുന്നുണ്ട്, അതവർ കാണും, അതവർ പ്രമാണമാക്കിയെടുക്കും, പ്രമാണമാക്കും. അപ്പം അവർക്ക് പറയാനും ഉണ്ടാവുക ഇതൊക്കെ തന്നെയായിരിക്കും. നിങ്ങളെന്താ ചെയ്തത്? അത് തന്നെ ഞാനും ചെയ്തത് അല്ലേ?
പിന്നെ നമുക്ക് അധികമൊന്നും ഉപദേശിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് തുറന്നു പറയാം, എനിക്ക് ആ വിഷയത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് എന്താ സംശയമുണ്ട്, എനിക്ക് വേണ്ടത്ര വ്യക്തത ഇല്ലായിരുന്നു, നീ അത് നന്നായിട്ട് ആരോടെങ്കിലും ചോദിക്കൂ. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടരുത്. പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് എന്താണെന്നറിയോ, ഈ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവരെ നന്നാക്കി അടങ്ങൂന്നൊരു ശബ്ദം നമ്മൾ എടുത്തിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ കുഴപ്പം. കുട്ടി വന്നിട്ട് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, അച്ഛാ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ അങ്ങോട്ട് നടുങ്ങിപ്പോയി. അച്ഛൻ അമ്മയോട് പറഞ്ഞു, അവനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ വലിയ പ്രശ്നമായിരിക്കുകയാണല്ലോ. ഏതായാലും അവർ ഓഫീസിൽ അത് ചർച്ച ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളെ ചോദിച്ചിരിക്കുക അങ്ങനെ. നിങ്ങളെന്ത് പറഞ്ഞു? ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യുക? അവിടെ ഓഫീസിലൊരു ഡിസ്കഷൻ. കാരണം അദ്ദേഹത്തിനെ സഹായിക്കണം. ഒരാൾ പറഞ്ഞു, വേൾഡ് ബുക്കിൽ അതിന്റെ ചില സംഗതി ഉണ്ട്. വേൾഡ് ബുക്കിന്റെ CD ഉണ്ട് എൻ്റെ. അപ്പൊ അതിൽ കുറച്ച് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ ഏതായാലും വാ. വന്നിട്ട് ഒക്കെ കണ്ടു. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് അച്ഛൻ വന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്താ ചോദിച്ചത്? ഞാൻ അതല്ല ചോദിച്ചത്, അത് M ആണോ F ആണോ എന്നാണ്. ഞാനത് എഴുതി കൊടുത്തു. M. സെക്സിന്റെ കോളത്തില് M എഴുതണോ F എഴുതണോ? ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് ചിന്തിച്ചത് എന്തൊക്കെയാണ്? എന്തോ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്കൊരു വലിയ വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തി, വലിയ വലിയ ഡിസ്കഷനൊക്കെ ചെയ്തു. എന്താ നീ ഉദ്ദേശിച്ചത്? അങ്ങോട്ട് ചോദിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. പിന്നെ അവനതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? യത് ആചരതി ശ്രേഷ്ഠ തത് ഇതരജന ആചരതി സയത് പ്രമാണം കുരുതേ ലോക തത് അനുവർത്തതേ. ആ ഗംഭീരം ശ്ലോകങ്ങളാണ്. നോക്കാം അടുത്ത ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവേച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. ഭഗവാൻ ഇതൊരു നല്ലൊരു ക്രമമാണ്. ആദ്യം ഭഗവാൻ ജനകനെ കാണിച്ചു. നമുക്കും ഇത് സാധിക്കണം. നമുക്കും കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇരിക്കട്ടെ, നമുക്ക് നമ്മെ സ്വാധീനിച്ച പൂർണ്ണമായി അറിയുന്ന ആരെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അടുത്തത് ഭഗവാൻ തന്നെ കാണിക്കുന്നത്. ആ ചൂണ്ടിയ വിരല് തന്നിലേക്കാ വരുന്നത്. അർജുനനോട് പറയുന്നു, ഹേ പാർത്ഥ, എനിക്ക് കർത്തവ്യം ന അസ്തി, ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനിതാ നീ എന്നെ നോക്കിക്കോ. ജനകനെ നോക്ക്, കഴിഞ്ഞു. ഇനി എന്നെ നോക്ക്. എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ന അസ്തി യതഃ, എന്തുകൊണ്ടെന്നാൽ ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും അനവാപ്തം, പ്രാപിക്കാത്തതായി, കിട്ടാത്തതായി, അവാപ്തവ്യം, പ്രാപിക്കേണ്ടതായി, കിട്ടേണ്ടതായി, കിഞ്ചന ന, ഒന്നും തന്നെ ഇല്ല. ഒരു ലോട്ടറിയും ഭഗവാൻ എടുക്കാറില്ല എന്ന് പറയാം. ഒന്നും കിട്ടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണു? അതച്ച എന്നിട്ടും കർമ്മണി വർത്തേ ഏവ, ഞാൻ കർമ്മത്തിൽ വർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മഹാഭാരതത്തിൽ വ്യാസൻ കൃഷ്ണനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. വലിയ ആളാണ്, എന്നാലും വെറുതെ ഇരിക്കാറില്ല എന്ന് പറയാം. കുതിര പാളയത്തിൽ പോയിട്ട് അതിന് മുതിര കൊടുത്തിട്ടോ അല്ലെങ്കിൽ മുറിവുണക്കിയിട്ടോ സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന കർമ്മം എന്നില്ല, ഏതും ചെയ്യാൻ റെഡിയാണ്. ഏതും
ഞാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നൂട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ആർക്കെങ്കിലുമൊക്കെ പറ്റൂ, പക്ഷെ പറ്റില്ല എന്നൊക്കെയാണ് തോന്നുക. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ ശരി, ഇത് തന്നെയാവാം എന്ന് കരുതും. അതുകൊണ്ട് എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ ജനങ്ങളോട്. അവരെന്നെ നോക്കുന്നവരാ. അതുകൊണ്ട് ഞാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ഭഗവാന്റെ ആ വേഷം നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം, ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, അവസാനം വിട്ടുപോകുന്നത് വരെ നിരന്തരം കർമ്മം ചെയ്ത് ആരാണോ തന്റെ ശരീരത്തിന്റെ ഇല്ലായ്മയെ ചെയ്യാൻ കാരണമായി വർത്തിച്ചത് അവനും കൂടെ തത്വോപദേശം നൽകിയിട്ടാണ് പോകുന്നത്. അതും അവസാനത്തെ കർമ്മമായിരുന്നു, നിരന്തരം. അതുകൊണ്ട് ഞാൻ നിരന്തരം കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നെ നോക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു തെറ്റിദ്ധാരണയ്ക്കും വക നൽകാതെ ഭംഗിയായിട്ട് കാര്യം പറയുന്നു. ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ലോകസംഗ്രഹത്തെ മുൻനിർത്തിയിട്ടാണെങ്കിലും ഞാൻ കർമ്മം ചെയ്യുന്നു. തുടർന്ന് യദിഹ്യഹം നവർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. യദിഹ്യഹം ന വർത്തേയം ജാതു കർമ്മണി അതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, അഹം ജാതു അതന്ത്രിതഃ, ഞാൻ ജാതു ഒരിക്കലും, അതന്ത്രിതഃ മടിയില്ലാത്തവനായി, കർമ്മണി ന വർത്തേയം കർമ്മത്തിൽ വർത്തിക്കുകയില്ല, യതി എങ്കിൽ, ഞാൻ കർമ്മത്തിൽ വർത്തിക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യും? മനുഷ്യാഹ മനുഷ്യരെല്ലാവരും, സർവശഃ മമ വർത്മ അനുവർത്തന്തെ എന്റെ മാർഗത്തെ പിന്തുടരും. ഇതാണ് ഒന്ന്, ഒരു അന്വയം എന്ന് പറയാം. പിന്നെ ഭഗവാൻ ഇവിടെ പറയുന്നത് മനുഷ്യ പാർത്ഥ സർവശഃ മമ വർത്മാനു വർത്തന്തെ. ഇവിടെ എല്ലാ മനുഷ്യന്മാരും എന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. എല്ലാവരും. അപ്പൊ എല്ലാവരും കർമ്മം ചെയ്യുന്നത്, എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം എന്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത്. ഇതെങ്ങനെയാ ശരിയാവുക? ഇപ്പൊ ഇവിടെ ഒരാളൊരു കൊലപാതകം ചെയ്യുന്നത്, അതെ, ഭഗവാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. മമ വർത്മ അനുവർത്തന്തേ, എല്ലാവരും എന്റെ മാർഗത്തെ. ഒരാൾ പോക്കറ്റ് അടിക്കുന്നുവെങ്കിൽ, ഒരാൾ കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ, എല്ലാം, ഒരാൾ ഗീതാജ്ഞാനം നടത്തുന്നുവെങ്കിൽ എല്ലാം എന്താണ്? എന്റെ മാർഗത്തെയാണ്. ഏതാ ഭഗവാന്റെ മാർഗം? ഭഗവാന്റെ മാർഗം ഏതാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ പേര് ആനന്ദമാർഗം എന്നാണ്. ആനന്ദമാണ്, പരമാനന്ദം. അതിനെയാണ് ഓരോരുത്തരും ഓരോ പ്രകാരത്തിൽ കിട്ടും എന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ആനന്ദം, സുഖം, പരമാനന്ദം. ഒരു കള്ളൻ മോഷണം നടത്തുന്നതും ഒരുവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാറ്റിന്റെയും പിറകിലെ ഉദ്ദേശം തനിക്ക് എന്നും നിലനിൽക്കണം. യാതൊരു അലോസരങ്ങളും ഉണ്ടാകാൻ പാടില്ല. താൻ അങ്ങനെ പരമാനന്ദം എന്നൊന്നും അദ്ദേഹത്തിന് പേര് കൊടുക്കുന്നില്ല. പിന്നെയോ അതിന് ആരെങ്കിലുമൊക്കെ തടസ്സം ആണ് എങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുക, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാലോ? അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് പ്രസക്തി എന്ന് പറയാം. എന്താ പറയണത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്നാവുമ്പം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആധ്യാത്മികതയുടെ അടിസ്ഥാനം അതാണ്. അവനവന്റെ ആത്മസുഖത്തിനായിട്ടാണ് ഞാനൊരു സിഗരറ്റ് വലിക്കുന്നതെങ്കിൽ അതും അപരന് സുഖത്തിനായി വരണം. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ കാതലായ വശം. അപ്പൊ ഉപനിഷത്തിൽ അങ്ങനെയാ പറയണം. ആ ഒന്ന് സങ്കൽപ്പിച്ചു,
പലതാവട്ടെ എന്ന്. ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പത്തെ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിടികിട്ടും, വെളിപ്പെട്ട് കിട്ടും. ആ സങ്കല്പത്തിലാണ് ഈ വിശ്വത്തിലിരിക്കുന്ന എല്ലാം, അതായത് പലതാവാൻ വേണ്ടിയിട്ടാണ്, ആ സങ്കല്പത്തോടു കൂടിയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെയൊക്കെ നടക്കുന്ന സമയത്ത്, പണ്ടാണെങ്കിൽ, ഇപ്പൊ ഉണ്ടോന്ന് സ്വാമിക്ക് അറിയില്ല, ഈ പുല്ലുണ്ടാവും, മുഞ്ഞപ്പുല്ല്, എന്താ അതിന് പറയാ, പുല്ല്. ഈ പുല്ല് ഒരു സമയത്ത് നമ്മുടെ മുണ്ടിലും സാരിയിലും ഒക്കെ പറ്റിപ്പിടിക്കും, പശുവിന്റെ ദേഹത്തൊക്കെ പറ്റിപ്പിടിക്കും. എന്തിനാണത്രേ അതങ്ങനെ പറ്റിപ്പിടിക്കുന്നത്? അത് സങ്കല്പിച്ചതാണ്. എന്താണ് അതിന്റെ സങ്കല്പം? ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പൊ എനിക്ക് പലതാകണം എന്ന അതിന്റെ ആ തീവ്രമായ സങ്കല്പത്തിൽ നിന്നാണ് അതിന്റെ വിത്ത് ആ പ്രകാരത്തിലായത്. അപ്പൂപ്പൻ താടി എന്തിനാ കാറ്റത്തിൽ പറക്കണത്? അതിനോട് ചോദിക്കൂ, അത് പറയും, ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പൊ എനിക്ക് പലതാകണം എന്ന എന്റെ ആ സങ്കല്പം, ഞാനൊരു ഭാവത്തെ സ്വീകരിച്ചു. കാറ്റത്തങ്ങനെ പറന്നുപോയി എവിടെയെങ്കിലും വീണ് അവിടുന്ന് വലുതാവാൻ. എല്ലാറ്റിലും കാണാം. ഇത്രയും ഉയരത്തിൽ പോകുന്ന നാളികേരം, തെങ്ങ്, ആ തെങ്ങിന്റെ നാളികേരത്തിന് ഇത്രയും കട്ടിയുള്ള ആവരണം എന്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ പലതാകണം എന്ന സങ്കല്പത്തിന്. അത്രയും മുകളിൽ താഴെ വീണ് കഴിഞ്ഞാൽ അതിന്റെ ബീജം ഒന്നുമല്ലാതെയായിപ്പോവും, പൊട്ടി നാമാവിശേഷവും. അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കട്ടിയാർന്ന അതിന്റെ ചകരിയും മറ്റു സംഗതികളും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പലതാകണം. എല്ലാം, ഈ എല്ലാറ്റിലും കാണാം ഇത്, പലതായിത്തീരണം. അതാണ് ആ സങ്കല്പം. അപ്പൊ നമ്മുടെ മുണ്ടിന്റെ വക്കത്ത് പിടിച്ചിരിക്കുന്ന ആ പുല്ലിനെങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ശ്ലോകം പറയും, ബഹുസ്യാം പ്രജായേമ ഇതി. എല്ലാറ്റിനുമുണ്ട്. എന്തിന്? ഒരു ക്യാൻസർ വൈറസിന് പോലും ഉണ്ട്. എനിക്ക് പലതാവണം. നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവൻ എനിക്ക് വ്യാപിക്കണം. പക്ഷെ നിന്നെ ഞാൻ അനുവദിക്കില്ല, റേഡിയേഷനിലൂടെ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. നീ വിചാരിച്ച അതിന് റേഡിയേഷൻ നീ എഴുതി ചോദിക്കരുത് സ്വാമിയോട്, റേഡിയേഷൻ ചെയ്യാതിരിക്കണോ എന്നുള്ളത്. അത് വേറെ കാര്യം. സ്വാമി പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത് തെറ്റാണോ എന്നൊന്നും ചോദിച്ച് ഭക്തന്മാരിനി അതിന് പോവാതിരിക്കരുത്. എല്ലാറ്റിനും ഉണ്ട്. പലതായി തീർന്ന് അതിനങ്ങനെ നിലനിൽക്കണം. അന്നത്തിൽ നിന്ന്, അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ സംഭവിക്കുന്നു. എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. ഒരു ഇഡലി എടുത്തിട്ട് ഒരു 4 ദിവസം വെറുതെ അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ കുറെ ഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? മറ്റു പലതും ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്കൊക്കെ, വീട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓരോന്ന് വരുന്നുണ്ടല്ലോ, അല്ലേ? മഴക്കാലത്തൊക്കെ നമ്മൾ വസ്ത്രം അഴിച്ച് കുറച്ച് വിയർപ്പോട് കൂടിയിട്ട്, കുറച്ചൊരൽപ്പം ഈർപ്പവും കൂടി കൊണ്ടാണ് നാം വസ്ത്രം അങ്ങനെ ചുരുട്ടി അവിടെ ഇടുന്നതെങ്കിൽ അതിലൊരു കരിമ്പൻ എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു ജീവി തന്നെയാണത്. ഇങ്ങനെ ഫംഗസ്, മൂട്ട, കൊതുക്, ഇതൊക്കെ അന്നമാണ്. അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ സകലമാന ജീവജാലങ്ങളും അന്നത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അന്നാത് ഭവന്തി ഭൂതാനി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നം എവിടെ നിന്നുണ്ടാവുന്നു? പർജന്യാത് അന്ന സംഭവ. പർജന്യം, മേഘം, മഴ. മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു. മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. ഉപനിഷത്ത് ഇതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഗംഭീരമായിട്ടാ പറയുന്നത്, കുറേയും കൂടെ ആഴത്തിൽ. യജ്ഞാത് പർജന്യ ഭവതി. അപ്പൊ മഴ എവിടുന്നുണ്ടാവുന്നു? പർജന്യം എവിടുന്നുണ്ടാകുന്നു എന്നാണെങ്കിലോ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. അപ്പൊ ആരൊക്കെയാ ഇവിടെ ഹോതാക്കളായിട്ട് യജ്ഞം ചെയ്യുന്ന ആളുകൾ? ഒന്ന് പ്രധാനി സൂര്യൻ തന്നെ. സൂര്യൻ അതിന്റെ തീക്ഷ്ണമായ രശ്മികളെ കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയൊക്കെ ജലമുണ്ടോ അതിനെ മുഴുവൻ ബാഷ്പീകരിക്കുന്നു. അപ്പൊ അവിടെ സൂര്യനാണ് പ്രധാനപ്പെട്ട ആള്. പിന്നെ ജലം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. യജ്ഞത്തിന് വേണ്ടത് അതാണ്, വിട്ടുകൊടുക്കലാണ്.
ജലം വിട്ടുകൊടുക്കുന്നു, ആകാശം ഇടം കൊടുക്കുന്നു, വായു അതിനെ എടുത്തു കൊണ്ടുപോകുന്നു. ഇതിൽ ഇത്രയും ഘടകങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ സേവനമാണ്. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു എന്ന് പറയുമ്പം ബാഹ്യമായ ഇഷ്ടിക നിരത്തി മഴ പെയ്യിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. സ്വാമി മദ്രാസിൽ പെയ്തുവല്ലോ, കൽക്കട്ടയിൽ പെയ്തുവല്ലോ, അവിടെ പെയ്തുവല്ലോ, അതൊന്നും സ്വാമിക്ക് അറിയില്ല. അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ അറിയാം. പക്ഷെ ഇത് നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റില്ല. സൂര്യന്റെ പ്രവർത്തനം, വായുവിന്റെ പ്രവർത്തനം, ആകാശത്തിന്റെ പ്രവർത്തനം, അതുപോലെ വൃക്ഷങ്ങളുടെ പ്രവർത്തനം, ഈ ഒരു പ്രതിപ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തുണ്ടാവുന്നു? മഴയുണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ഹോമാദികളൊന്നും നടക്കാത്ത രാജ്യങ്ങളിലൊന്നും മഴയുണ്ടാവില്ല. അപ്പൊ മഴ ചിലരെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണെന്ന് വരും മഴ. അതുകൊണ്ടാണ് നമ്മൾ മകളുടെ കല്യാണത്തിന് മഴ പെയ്യാതിരിക്കാൻ ഗണപതി ഹോമം നടത്തുന്നത്. ദയവേത് ഇങ്ങനത്തെ ചിന്തയൊന്നും ഈ കുറച്ച് ഭക്തന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പ്രകൃതിയിൽ എന്തൊക്കെ സംഭവിക്കണമോ സംഭവിക്കാതിരിക്കണോ അതൊക്കെ പ്രകൃതി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ ഇടപെടുക വേണ്ട, അത് വിട്ടുകൊടുത്തേക്കുക. മഴ പെയ്താൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുക. അതിനുള്ള വിവേകമാണ് നമുക്ക് തന്നത്. ഇപ്പൊ വെള്ളത്തിൽ വീണാൽ താഴ്ന്നു പോകുന്നുള്ളത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ നീന്തം പഠിക്കാം നമുക്ക്, എന്നിട്ട് മുകളിൽ അങ്ങനെ നിൽക്കാം. അതും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം, കർത്തും അകർത്തും അന്യതാകർത്തും, ചെയ്യാം, ചെയ്യാതിരിക്കാം, മറിച്ചു ചെയ്യാം. അത് നമ്മൾ കൈവിടരുത് എന്ന് പറയാം. അപ്പൊ യജ്ഞാത് പർജന്യ ഭവതി, യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. യജ്ഞം എവിടെ നിന്നുണ്ടാകുന്നു? യജ്ഞം കർമ്മ സമുദ്ഭവ. യജ്ഞം കർമ്മത്തിൽ നിന്നാണ്. കർമ്മത്തെ നമ്മൾ പഠിച്ചു ചലനം എന്ന്. യജ്ഞ കർമ്മ സമുദ്ഭവ. അങ്ങനെയാണെങ്കിൽ കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? ഭഗവാൻ പറയുന്നു, പറഞ്ഞുതരാം അടുത്ത ശ്ലോകത്തിൽ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പം അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറഞ്ഞു. ഒരു സമയം കഴിഞ്ഞ ഏതോ ദിവസത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്തില് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഏതസ്മാത് ആത്മന ആകാശ സംഭൂത എന്നാണ്. ആത്മാവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ക്രമം പറയുന്നുണ്ട്. ആത്മന ആകാശ സംഭൂത, ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു, വായോരഗ്നി, വായുവിൽ നിന്ന് അഗ്നി, അഗ്നേഹെ ആപഹ, അഗ്നിയിൽ നിന്ന് ജലം, അദ്യ പൃഥിവ്യ, ആ ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമേ ഓഷധയ, ഭൂമിയിൽ നിന്ന് ഔഷധികൾ, ഓഷധീഭ്യോ അന്നം, ഔഷധികളിൽ നിന്ന് അന്നം, അന്നാത് പുരുഷ, അന്നത്തിൽ നിന്ന് പുരുഷൻ, എല്ലാവരും, നമ്മളെല്ലാവരും. ഇതാണ് അവിടെ സൃഷ്ടിക്രമം. ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്താണ്? അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ. അതിന്റെ പിറകിലേക്ക് ഉപനിഷത്ത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. തുടർന്ന് കർമ്മം എവിടെ നിന്ന് സംഭവിച്ചു എന്നാണെങ്കിലോ, കർമ്മം ബ്രഹ്മോദ്ഭവം വിദ്ധി. കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അപ്പൊ ബ്രഹ്മം എവിടെ നിന്ന് ഉദ്ഭവിച്ചു? അതാണല്ലോ ചോദ്യം. പറയാമെന്നാണ്. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. ബ്രഹ്മം അക്ഷരത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന്. അക്ഷരം എന്ന് പറഞ്ഞാൽ നക്ഷരം, നാശരഹിതമായത്. യാതൊന്നിനാണോ നാശമില്ലാത്തത്, യാതൊന്നിനാണോ ചലനമില്ലാത്തത്, യാതൊന്നാണോ അവ്യയമായിരിക്കുന്നത്, അത് അക്ഷരം. അതിൽ നിന്നാണ് ഈ ബ്രഹ്മം, അക്ഷരം, ബ്രഹ്മം, കർമ്മം, യജ്ഞം, പർജന്യം, അന്നം, ഭൂതാൻ. അപ്പൊ ഞാൻ എന്റെ ഇന്നലകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയെത്തും? അങ്ങനെ നടന്ന് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും അഹം ബ്രഹ്മാസ്മി. അപ്പോഴാ പറയാം.
ഇങ്ങനെ നടക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക. തന്റെ ആഴങ്ങളിലേക്ക് താൻ ഊളിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. ഒരു ടണലിലേക്കുള്ള ഒരു വീഴ്ചയാണത്, ഒരു കൂപ്പുകുത്തൽ എന്ന് പറയാം. അതിങ്ങനെ ക്രമത്തിൽ ഒരു 26 ദിവസമൊക്കെ ആയപ്പോഴേക്ക് ഏകദേശമൊക്കെ ഒന്നായി എന്നാ തോന്നുന്നു. ഇല്ല, അത് ചിലപ്പോ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു സംസ്കാരമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോ സംഭവിക്കാം. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അക്ഷരസമുദ്ഭവം, അക്ഷരത്തിൽ നിന്നാണ് ബ്രഹ്മം ഉദ്ഭവിച്ചത്. തസ്മാത്, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇതൊക്കെയാണ് കാര്യം എന്നുള്ളത് കൊണ്ട്. അങ്ങേയറ്റം ശാസ്ത്രീയമാണ് ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ ആധുനിക ശാസ്ത്രത്തിനൊക്കെ നിരക്കുന്നത് തന്നെയാണ്. നമ്മൾ പഠിച്ചു വെച്ച സയൻസ് ഉണ്ടല്ലോ, ആ സയൻസിനൊക്കെ സമ്മതമായിട്ടുള്ള കാര്യമാണ്. അന്വേഷിച്ചോളൂ. നമ്മുടെ ഇന്നലകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എത്താതെ പറ്റില്ല, എത്തിയേ മതിയാകും. അക്ഷരസമുദ്ഭവം തസ്മാത്, അതുകൊണ്ട് സർവഗതം ബ്രഹ്മ, സർവഗതം എല്ലായിടത്തും, സർവഗതം എന്ന് പറഞ്ഞാൽ ഒരിടം ഒഴിയാതെ, സർവത്ര, സർവഗതം ബ്രഹ്മ, എങ്ങും വ്യാപ്തമായിട്ടുള്ളതാണ് ബ്രഹ്മം. ബൃഹത്വാദിതി ബ്രഹ്മ, നിറഞ്ഞു നിൽക്കുന്നത്. നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പം മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ? അല്ല, അത് തന്നെ നിൽക്കുന്നു, അതിലാണെല്ലാം, അതാണെല്ലാം എന്നാണ്. ഈ ഹാളിനകത്ത് സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പം ഇവിടെ ആകാശമുണ്ട് അതിന് ഇടം കൊടുക്കാൻ. ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയില്ലേ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന്. ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഭാഷാപരമായിട്ടുള്ള വലിയ തെറ്റുണ്ട്. എന്താണ്? ഈശ്വരൻ സർവ്വവ്യാപിയാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സർവ്വവ്യാപിയല്ല എന്നാ. എന്നാ പിന്നെ എന്താ? ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണല്ലോ, മണ്ണിലും വിണ്ണിലും തോണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു അല്ലേ? എന്നിട്ട് എങ്ങനെയാ അവൻ ഇരിക്കുന്നത്? എന്നിട്ട് നമ്മൾ തുരുമ്പൊക്കെ വരുമ്പോ അങ്ങനെ തന്നെ വെച്ചിരിക്കുക, തുരുമ്പൊന്നും മാറ്റണ്ടെന്ന് പറയാം. ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് സമുദ്രത്തിലെ ജലത്തില് ഉപ്പ് സർവ്വവ്യാപിയാണെന്ന് പറയാം ഇല്ലേ? പറഞ്ഞോട്ടെ. അപ്പോ ഉപ്പ് സർവ്വവ്യാപിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പിനെ വ്യാപിക്കാൻ ഇടം കൊടുത്തവൻ ആരാണ്? ജലമാണ്. എന്തുകൊണ്ടും ഉപ്പിനേക്കാൾ സർവദാ യോഗ്യൻ, ശ്രേഷ്ഠൻ, അധികരിച്ചു നിൽക്കുന്നവൻ ജലമാണ്. ജലമുള്ളതുകൊണ്ട് മാത്രമാണ് ഉപ്പിന് എന്ത് ചെയ്യാൻ സാധിച്ചത്? വ്യാപിക്കാൻ സാധിച്ചത്. അതായത് ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതെ, വ്യാപിക്കാനൊന്നുമില്ല. ഈശ്വരൻ വസ്തുക്കളിലോ വസ്തുക്കൾ ഈശ്വരനിലോ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിലും ഈശ്വരനില്ല. പിന്നെയോ ഇതം സർവം ഈശാവാസ്യം, ഇതൊക്കെ ഈശ്വരൻ. അപ്പൊ ഈശ്വരന് വ്യാപിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സർവഗതം എന്ന് പറയുന്നത്. സർവഗതം എന്ന് പറഞ്ഞാൽ ഈ നാമവും രൂപവുമാണ് മറ്റു പലതുമാണെന്ന് പറയുന്നത്. നാമരൂപങ്ങളെ അടർത്തിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നതിന്റെ പേരാണ് ആ വസ്തു. ഇപ്പൊ നാമരൂപങ്ങൾ വന്ന് സത്യത്തെ മറച്ചിരിക്കുന്നു. സത്യത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം തൽക്കാലം. ഇപ്പൊ നമ്മൾ വ്യവഹരിക്കുന്നത് എല്ലാം ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നാമമായിട്ടും രൂപമായിട്ടുമാണ്. നാമവും രൂപവും. അപ്പൊ നാമരൂപങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് അതാണ് ഈ കാണായതെല്ലാം. അതുകൊണ്ട് ഇതം സർവം സർവഗതം എന്ന് പറഞ്ഞാൽ എങ്ങും നിൽക്കുന്നത്. നാമവും രൂപവും ദേശവും കാലത്തെയും ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. ദേശകാലങ്ങൾ മാറുമ്പോൾ നാമത്തിനും രൂപത്തിനും മാറ്റം ഉണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിനെ പുറത്തു വെച്ചാൽ വെള്ളം എന്ന് അതിനെ ആരും പറയില്ല, അതിന് ഐസ് എന്നാ പറയുക അല്ലേ? ആ ഐസ് എടുത്തിട്ട് ഒരാളുടെ തലമണ്ടയ്ക്ക് ഒരു ഏറ് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ഫലമൊന്നും ആയിരിക്കില്ല, ചിലപ്പോ ഫലം തന്നെ മാറും അല്ലേ? അപ്പൊ നാമരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നിരന്തരം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് എല്ലായിടത്തും ഉള്ളത്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ ആകെ മൊത്തം മാറും.
കാര്യങ്ങൾ. നമ്മുടെ തന്നെ ചില സംഗതികൾ കുറേ കൂടുക ചെയ്താൽ മൊത്തത്തിൽ മാറ്റമില്ലേ? നമ്മുടെ രക്തത്തിന്റെയൊക്കെ കൗണ്ട് ഇല്ലേ, എന്തോ ഒന്ന് കുറഞ്ഞാൽ പോരെ, ആകെ പ്രശ്നം ഉണ്ടാവാൻ അല്ലേ? അത് രൂപപ്പെടുന്നത് എവിടുന്നാണ്? മജ്ജയ്ക്കകത്തു നിന്ന് രൂപപ്പെടുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? എല്ലാം മാറി മറിയുന്നു, ഓരോന്നോരോന്നാവുന്നു ഇല്ലേ? കൽക്കരിയിലിരിക്കുന്നതും കാർബണാണത്രേ, വജ്രത്തിലിരിക്കുന്നതും കാർബണാണെന്നാ പറയുന്നത്. മെർക്കുറി മാറുന്ന സമയത്ത് എന്തൊക്കെയാവുന്നു? അങ്ങേയറ്റം മൂല്യമുള്ളതാവുന്നു, വേൾഡ് മാർക്കറ്റിൽ വലിയ വിലയുള്ള സാധനമാവുന്നു, അതേ സമയത്ത് വലിയ വിലയൊന്നും ഇല്ലാത്തതും ആവുന്നു. കൽക്കരിയുടെ വിലയാണോ വജ്രത്തിന്? ഒന്ന് മാറിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആശാൻ ആകെ മാറി. ഇങ്ങനെയെല്ലാം സർവഗതം നിറഞ്ഞ്, അത് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതില്ലാണ്ടായിപ്പോയി. രാമഗീതയിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, എപ്രകാരം രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചുവോ, ഏറ്റവും നല്ല ഗംഭീര ഉദാഹരണമാണ്. രജ്ജുവിൽ ഏത് പ്രകാരം സർപ്പം ആരോപിതമായി ഇരിക്കുന്നുവോ, നിലകൊള്ളുന്നുവോ, കയറിൽ പാമ്പ്. വൈകുന്നേരം ഒരു 6 മണി 6:30 മണിക്ക് വിളക്ക് എത്തിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പാമ്പിന്റെ മേല് ചവിട്ടിയത്. എന്ന് പറഞ്ഞിട്ട് വീണു. നോക്കുന്ന സമയത്ത് എന്താ, ആ അമ്മ ബോധം കെട്ട് വീണു. എല്ലാവരും കൂടെ എടുത്തു കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും പാമ്പിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി, വീശാൻ തുടങ്ങി, വെള്ളം തളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ടോർച്ച് എടുത്തു നോക്കിയപ്പോൾ പാമ്പൊന്നുമല്ല, ഒരു നല്ല മുല്ലമാല കിടക്കുന്നുണ്ടായിരുന്നു. അതാണ്. ചെറിയൊരു തണുപ്പും കൂടി ആയപ്പോൾ അത് ചവിട്ടിയ സമയത്ത് കാലൊക്കെ ഒരു പാമ്പിന്റെ എന്തോ ഒരു പാമ്പ് എവിടെയോ ഉണ്ട് എന്നൊക്കെ ആരോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടോർച്ചടിച്ചപ്പം പാമ്പൊന്നുമില്ല. അമ്മ എണീറ്റോളൂ, ഇതായിരുന്നു ചവിട്ടിയെന്ന് പറഞ്ഞു. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇല്ലേ? ആ കയറിൽ അല്ലെങ്കിൽ മുല്ലമാലയിൽ അല്ലെങ്കിൽ ഒരു ടയറിന്റെയോ ട്യൂബിന്റെയോ സൈക്കിളിന്റെ ട്യൂബൊക്കെ ധാരാളമാണ്. അതിൽ പാമ്പ് ആരോപിക്കപ്പെട്ടതുപോലെ ഇതിനെ വേദാന്തത്തിൽ അധ്യാസം എന്ന് പറയും. നന്നായിട്ട് അധ്യാസപ്പെട്ടതിനെ ശോഭനാധ്യാസം എന്ന് പറയും. വളരെ മനോഹരമായിട്ട് മരുമരീചിക, ശുക്തികാരജതം, സ്ഥാണുപുരുഷൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ലക്ഷ്മണ ഈ ബ്രഹ്മത്തിൽ, ഈശ്വരനിൽ ആരോപിതമാണ് ജഗത് എന്ന് രാമൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത്. ഈ ആരോപണം എടുത്തു മാറ്റിയാലുണ്ടല്ലോ, ടോർച്ച് കൊണ്ട് അടിച്ചാൽ അജ്ഞാനത്ത് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്താണ്? ഈശ്വരൻ മാത്രം. അപ്പൊ ജഗത് എന്ന് പറഞ്ഞാലോ ജായതി ഗച്ഛതി തിഷ്ഠതി ഇവ, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത്. ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് നാമവും രൂപവുമാണ്. വേറെ ഒന്നിനും അങ്ങനെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവാൻ പറ്റുന്നില്ല. ഈ വിശ്വത്തിലെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത് നാമരൂപാദികളാണ്. അപ്പൊ സർവഗതം, എങ്ങും നിൽക്കുന്ന, നാമരൂപങ്ങൾക്കപ്പുറത്ത് നിലകൊള്ളുന്ന, നിത്യം, എല്ലായ്പ്പോഴും, അത് യജ്ഞേ പ്രതിഷ്ഠിതം. ഇത് വിദ്ധി, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് നീ അറിയേണ്ടതാണ്. അപ്പൊ യജ്ഞത്തിലാണ് അർജുന എന്തിരിക്കുന്നത്? ബ്രഹ്മം പോലും ഇരിക്കുന്നത്.